നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ക്രൈസ്തവ നയതന്ത്രത്തെ പാടെ തള്ളാതെ ഓർത്തഡോക്സ് സഭ ഇതൊരു രാഷ്ട്രീയ സന്ദേശമാണോ അല്ലെങ്കിൽ സഭയുടെ സൂക്ഷ്മ നിലപാടോ? ക്രൈസ്തവ വോട്ടില്ലാതെ വിജയം അസാധ്യം എന്ന യാഥാർത്ഥ്യം സഭയ്ക്കുമറിയാം, BJPക്കും. സഭയുടെ സമദൂരത്തിൽ BJPയും വന്നെങ്കിലും സഭാവിശ്വാസികളെ ചേർത്ത് നിർത്താൻ നിബന്ധന വേണ്ടിവരും. വടക്കേ ഇന്ത്യയിൽ സഭാ സ്ഥാപനങ്ങൾക്കും വൈദികർക്കും നേരെയുള്ള അക്രമങ്ങൾ, ക്രൈസ്തവാഘോഷങ്ങളുടെ തടയൽ ഇത് അവസാനിപ്പിക്കാതെ കേരളത്തിലെ BJPയുടെ ക്രൈസ്തവ നയതന്ത്രം വിജയം കാണില്ലെന്ന ഓർത്തഡോക്സ് സഭയുടെ മുന്നറിയിപ്പ് BJP എങ്ങനെ മറികടക്കും? ഒന്നിന് പിന്നാലെ മറ്റൊന്നായി വരുന്ന വിവാദങ്ങൾ കേക്കിനും വിരുന്നിനും തടസ്സമാവുകയാണോ? കേരളത്തിലെ BJPയുടെ നിസ്സഹായത കണ്ടറിഞ്ഞുള്ള പ്രതികരണമോ സഭാ നേതൃത്വങ്ങളിൽ നിന്നുണ്ടാകുന്നത്? എല്ലാ ഭരണാധികാരികളെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്ന ക്രൈസ്തവ സഭകൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ആരെ തുണയ്ക്കും? സഭകളുടെ സമദൂരം സമ്മർദ്ദ തന്ത്രമോ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും. ക്രൈസ്തവ വോട്ടുകൾ നേടിയെടുക്കുവാൻ BJP കിണഞ്ഞു പരിശ്രമിക്കുന്നതിനിടെ സമദൂരം എന്ന നിലപാടിൽ മാറ്റമില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഓർത്തഡോക്സ് സഭ. LDF സർക്കാരിനേറ്റ തിരിച്ചടിയാണ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. ഭരണമാറ്റം കേരളം ആഗ്രഹിക്കുന്നു എന്നതാണ് ഇതിന്റെ സൂചന എന്ന് ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ പറയുമ്പോഴും ഈ ഫലം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കണമെന്ന് ഉറപ്പില്ല എന്നും ഓർത്തഡോക്സ് സഭ നിലപാടെടുക്കുന്നു. അതിനാൽ തന്നെ സമദൂര നിലപാടാണ് തങ്ങളുടേത്. ഈ സമദൂരത്തിൽ LDFും UDFും മാത്രമല്ല BJPയും ഉണ്ടെന്നും ഓർത്തഡോക്സ് സഭ പറയുകയാണ്. പക്ഷേ BJPയോട് അകലം ഇല്ല എങ്കിൽ കൂടിയും വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ സഭാ സ്ഥാപനങ്ങൾക്കും, അത് എല്ലാ ക്രൈസ്തവ സഭകളുടെയും സ്ഥാപനങ്ങൾക്കും പള്ളികൾക്കും അതുപോലെ വൈദികർക്കും നേരെയുള്ള അക്രമങ്ങൾ തടയുവാൻ ഇടപെട്ടില്ലെങ്കിൽ, കേന്ദ്ര സർക്കാരും BJPയും ഇടപെട്ടില്ലെങ്കിൽ ക്രൈസ്തവരെ ചേർത്ത് പിടിക്കുവാനുള്ള BJPയുടെ ഈ പ്രഖ്യാപനങ്ങൾ അതിനോട് കൈകൊടുക്കുവാൻ കഴിയില്ല എന്നാണ് ഓർത്തഡോക്സ് സഭയുടെ നിലപാട്. ഓർത്തഡോക്സ് സഭാ അധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവയാണ് ഇക്കാര്യം ന്യൂസ് 18നോട് വ്യക്തമാക്കിയത്. അദ്ദേഹത്തിന്റെ പ്രതികരണം ആദ്യം കേൾക്കാം. എപ്പോഴും BJPയും കേന്ദ്ര സർക്കാരും കേരളത്തിലെ ക്രൈസ്തവരെ ചേർത്ത് പിടിക്കുവാനുള്ള ഒരു ശ്രമം നടത്താറുണ്ട് അല്ലേ? അതിപ്പോൾ കേക്ക് മുറിക്കലിന്റെ കാര്യത്തിലാണെങ്കിലും ക്രിസ്മസ്, ഈസ്റ്റർ ആഘോഷങ്ങളുടെ കാര്യത്തിലൊക്കെ ആണെങ്കിലും പ്രധാനമന്ത്രി തന്നെ നേരിട്ട് പങ്കെടുക്കാറുണ്ട്. ഇത് വിശ്വാസത്തിൽ എടുക്കുന്നുണ്ടോ ഇപ്പോഴും ഓർത്തഡോക്സ് സഭ? ഓർത്തഡോക്സ് സഭയെ സംബന്ധിച്ചിടത്തോളം BJP ഗവൺമെന്റിനോട് പ്രത്യേകമായ വൈരാഗ്യമൊന്നുമില്ല, എതിർപ്പില്ല. നമ്മൾ പറയുന്നത് BJP ഗവൺമെന്റിലെ മോഡിയോ മറ്റുള്ള മോദിയോ അല്ലെങ്കിൽ മറ്റ് ചന്ദ്രശേഖരോ ഒക്കെ ഇവിടെയുള്ളവരോ ഒക്കെ ഏതെല്ലാം തരത്തിൽ ക്രൈസ്തവരുമായി ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നു, നമ്മൾക്കത് സ്വാഗതമാണ്. ഒരു വിരോധവുമില്ല, നമ്മൾ അതേ സമയത്ത് ആ മോദി ഗവൺമെൻറ്റിൻ്റെ മറവിൽ ഹിന്ദു തീവ്രവാദികളായിരിക്കുന്നവർ കൊടുക്കുന്ന ആക്രമണങ്ങളെയാണ് നമ്മൾ എതിർക്കുന്നത്. അത് ശരിയല്ല. അത് അവരെ വ്യക്തികളെയല്ല നമ്മൾ പറയുന്നത്, അത് ഇന്ത്യയുടെ ഭരണഘടന നൽകുന്നതായ മതേതരത്വത്തിന് എതിരാണ്. അതുകൊണ്ട് ഞങ്ങൾ ക്രിസ്ത്യാനികളെ പ്രൊട്ടക്റ്റ് ചെയ്യാനല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, ഞങ്ങൾ ഇന്ത്യൻ ഭരണഘടനയെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ്. ഇന്ത്യൻ ഭരണഘടന നിഷേധിക്കുന്ന രീതിയിൽ ഏതെങ്കിലും കുറച്ച് ആളുകൾ എവിടെയെങ്കിലും മത തീവ്രവാദികളായി വരുന്നെങ്കിൽ അവരെ നിയന്ത്രിക്കാൻ BJP ഗവൺമെന്റ് ഉത്തരവാദിത്തമുണ്ട്, അത് ചെയ്തണം. പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും ഇക്കാര്യത്തിൽ, ഈ താങ്കൾ പറയുന്നത് സംഘപരിവാറിനെ ഉദ്ദേശിച്ചാണല്ലോ, അവരെ നിയന്ത്രിക്കുവാൻ ഇടപെടുന്നില്ല എന്നാണോ? അതായത് തുറന്നു ചോദിക്കാം, പള്ളികൾ ആക്രമിക്കുന്ന സമയത്ത്, വൈദികർക്ക് നേരെ ആക്രമണങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്, ആ സമയത്ത് BJPയും കേന്ദ്ര സർക്കാരും അതിന് മൗനാനുവാദം നൽകുന്നു എന്നൊരു നിലപാടുണ്ടോ താങ്കൾക്ക്? മൗനാനുവാദം നൽകുന്നു എന്നുള്ള നിലപാട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ധ്വനി വരുന്നതിൻ്റെ കാരണം ഇവരെ പരസ്യമായിട്ട് ആ ആക്രമണത്തെ അപലപിക്കുവാനോ അതിനെതിരെ കർശനമായ നടപടി എടുക്കാനോ ഇവർ തയ്യാറാകുന്നില്ല. അതാണ് ഞങ്ങൾക്ക്. കാരണം സംഘപരിവാറിനോടോ RSSനോടോ BJPയോടോ ബജറംഗ് ദളിനോടോ ഒന്നും ഞങ്ങൾക്ക് വിരോധമില്ല. അവരൊക്കെ ഓരോ സംഘടനകളാണ്, അത് പോഷക സംഘടനകളാകാം, എന്താണെങ്കിലും. പക്ഷേ അവരാരും ഭരണഘടനയെ തൊട്ട് കളിക്കാൻ പാടില്ല. ഇപ്പോൾ ഓർത്തഡോക്സ് സഭ അധ്യക്ഷൻ തന്നെ BJPയോടും കേന്ദ്ര സർക്കാരിനോടും ഒന്നും ഞങ്ങൾക്കൊരു വെറുപ്പുമില്ല എന്ന് പറയുമ്പോൾ അതിനെ മറ്റ് രണ്ട് മുന്നണികളും ഒരു മറുപടി നൽകാൻ സാധ്യതയുള്ളത്, അങ്ങനെ മറുപടി നൽകുകയുള്ളൂ. അവർ പറയുന്നത് ഈ തരുന്ന കേക്കിൻ്റെ പിന്നിൽ വിഷമുണ്ട്, ഈ തരുന്ന ഈസ്റ്റർ വിരുന്നിലും അതുപോലെ തന്നെ ക്രിസ്മസ് വിരുന്നിലുമൊക്കെ ഈ തരത്തിൽ പിന്നിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന മറ്റൊന്നാണ്, അത് സഭാ നേതൃത്വങ്ങൾ മനസ്സിലാക്കണം എന്നായിരിക്കും.
അതിന് എന്ത് മറുപടി താങ്കൾ നൽകും? പക്ഷേ താങ്കൾ പറയുകയും ചെയ്തു BJPയോടും കേന്ദ്ര സർക്കാരിനോടും പ്രധാനമന്ത്രിയോടും ഒന്നും ഞങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഒരു വെറുപ്പോ വിദ്വേഷമോ ഒന്നുമില്ല എന്ന്. അല്ല, അത് തന്നെയാണ് ഞാൻ പറയുമ്പോൾ ഇവിടുത്തെ കേന്ദ്ര സർക്കാർ മാത്രമല്ല, LDF ഗവൺമെൻറ് ഈ കഴിഞ്ഞ ക്രിസ്മസ് ദിനത്തിൽ കേരളത്തിലെ ക്രൈസ്തവ വിഭാഗങ്ങളെ എല്ലാം വിളിച്ച് ക്രിസ്തുമസ് ആഘോഷിച്ചു. അത് ഞങ്ങളെല്ലാം പോയി ഭാഗവാക്കായി. ആ മുഖ്യമന്ത്രിയോടൊപ്പം മന്ത്രിമാരോടൊപ്പം ഞങ്ങളെല്ലാവരും ക്രിസ്മസ് ആഘോഷിച്ചതിൽ സന്തോഷമായി സ്വീകരിച്ചു. അത് ആര് അനുഷ്ഠിച്ചാലും ഞങ്ങൾക്കത് സന്തോഷമാണ്. BJP ആണെങ്കിലും കൊള്ളാം, LDF ആണെങ്കിലും കൊള്ളാം. അപ്പോൾ അവർക്കെങ്ങനെ പറയാൻ ഒക്കുന്നത് ഞങ്ങൾ LDFനെതിരാണെന്ന്? LDFന് അനുകൂലമാണ്. പക്ഷേ LDF ആണെങ്കിലും BJP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും നീതി നിഷേധമോ അല്ലെങ്കിൽ സത്യനിഷേധമോ ഭരണഘടനയുടെ അതിർത്തി ലംഘിക്കുകയോ ചെയ്താൽ അവിടെ പ്രതികരിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അത് ഞങ്ങൾ ചെയ്തിരിക്കും. അതായത് മൂന്ന് മുന്നണികളോട്, ഇപ്പോൾ LDFനോടാണെങ്കിലും UDFനോടാണെങ്കിലും BJPയോടാണെങ്കിലും സമദൂരമാണ്. അവിടെ ഇപ്പോൾ BJPയുടെ കൂടെ കൂടരുത്, BJPയെ അകറ്റി നിർത്തേണ്ടതാണ് എന്ന് പറയുന്നില്ല. ഇല്ലില്ല. കാരണം അവിടെ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുവാൻ BJPക്ക് കഴിയുന്നില്ല എന്നാണല്ലോ BJPയെ അകറ്റി നിർത്തണമെന്ന് പറയുന്നത്. കാരണം അത് സഭ വിശ്വസിക്കുന്നില്ല. മതനിരപേക്ഷത അവർ കാത്തു സൂക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ മറുവശത്ത് അതിന് വിപരീതമായി പ്രവർത്തിക്കുന്നവരെ നിയന്ത്രിക്കുന്നതിൽ അവർ പരാജയപ്പെടുന്നു എന്നാണ് ഞങ്ങൾ പറയുന്നത്. ആ പരാജയം ഉണ്ടാകാൻ പാടില്ല. അതേ ഞങ്ങൾ പറയുന്നുള്ളൂ. കേരളത്തിലെ BJP നേതൃത്വത്തോടെ എങ്ങനെയാണ് ഓർത്തഡോക്സ് സഭയുടെ ഒരു നിലപാടും അവരുമായിട്ടുള്ള ബന്ധവും എങ്ങനെയാണ്? പണ്ട് മുതലേ BJPയുടെ നേതാക്കന്മാർ എല്ലാവരും നമ്മളുമായിട്ട് വളരെ അടുപ്പമുള്ളവരാണ്. പണ്ട് പത്മനാഭനോ അല്ലെങ്കിൽ മുരളീധരനോ അതുപോലെ PS പിള്ളയോ അതുപോലെ തന്നെ ശ്രീധരൻ പിള്ള, ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ആഴ്ചയിൽ എന്നെ കാണാൻ വന്നിരുന്നു. വളരെ സന്തോഷമായിട്ട് അവർക്ക് നമ്മളാരും അവർക്ക് വിരോധമൊന്നുമില്ല. ഞാൻ പറഞ്ഞു, ക്രിസ്ത്യൻസിൻ്റെ കൂട്ടത്തിൽ നിന്ന് ഉള്ള ആളുകൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാകാത്തതിന് കാരണം അങ്ങുണ്ടാകുന്നതായ വടക്കേ ഇന്ത്യയിലുണ്ടാകുന്ന ചില കാര്യങ്ങൾ ഇവിടെയുള്ളവരെ വളരെയധികം മുറിപ്പെടുത്തുന്നുണ്ട്. അതില്ലാതിരിക്കണമെന്ന് പറഞ്ഞു. അത് ചന്ദ്രശേഖർ പറഞ്ഞു, അതെൻ്റെ കാര്യമാണല്ലോ, അതുകൊണ്ട് ഞാനത് ശ്രദ്ധിക്കും, നിശ്ചയമായിട്ടും അതിനു വേണ്ടി പ്രവർത്തിക്കുമെന്നൊക്കെ എന്നോട് പറഞ്ഞു. ആ വാക്ക് സംസ്ഥാനത്തെ BJP നേതൃത്വം പാലിക്കുന്നുണ്ടല്ലോ അല്ലേ? പ്രവർത്തിക്കാൻ തയ്യാറാണ്. എന്നാൽ അതേ സമയത്ത് അവർക്കൊരു പരിമിതിയുണ്ട്. അവർ ഈ പ്രധാനമന്ത്രിയെ കൊണ്ട് ഇതെല്ലാം പറയിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവരുടെ അങ്ങനെയുള്ളതായിരിക്കുന്നത് നിർത്താൻ അവരെ കൊണ്ട് കഴിയുന്നില്ല. ഓർത്തഡോക്സ് സഭ അധ്യക്ഷന്റെ നിലപാടാണിത്. ഓർത്തഡോക്സ് സഭയുടെ നിലപാട് പറയുകയായിരുന്നു കാതോലിക്ക ബാവ. ഇത് പോയിന്റ് ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത് സമദൂരത്തിൽ BJPയെ കൂടി ഉൾപ്പെടുത്തിയാണ് ഓർത്തഡോക്സ് സഭയുടെ പ്രഖ്യാപനം. ഇത് തന്നെയാണോ എല്ലാ ക്രൈസ്തവ സഭകളും പിന്തുടരുന്നത്? BJPയോടുള്ള ആകെ എതിർപ്പ് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ സംഘ് പരിവാർ നടത്തുന്ന ആക്രമണങ്ങൾ മാത്രമാണോ? അത് തടയുന്നതിനായി BJPയും കേന്ദ്ര സർക്കാരും കൃത്യമായി ഇടപെടുന്നില്ല. ഇത് മാത്രമാണോ സഭകളുടെ ഈ ഒരു അഭിപ്രായ വ്യത്യാസത്തിന് കാരണം? അതേസമയം സമദൂരത്തിൽ BJPയും ഉണ്ട്, ക്രൈസ്തവ സഭകളുടെ ക്രൈസ്തവ നയതന്ത്രം BJPയുടെ അതിനുള്ള അംഗീകാരമാണോ അതോ തടസ്സമാണോ ക്രൈസ്തവ സഭകളുടെ ഈ നിലപാട്? പോയിന്റ് ഡിബേറ്റിൽ ശ്രീ ഷാബു പ്രസാദ്, ശ്രീ പ്രകാശ് P. തോമസ്, KCC കേരള കൗൺസിൽ ഓഫ് ചർച്ചസിന്റെ പ്രതിനിധി, ഡോക്ടർ B. ജയരാജ്, ശ്രീ N. ശ്രീകുമാർ എന്നിവരാണ് ചേരുന്നത്. ആദ്യം ശ്രീ പ്രകാശ് P. തോമസ്, ഇപ്പോൾ ഓർത്തഡോക്സ് സഭ നിലപാട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇത് തന്നെയാണോ മുഴുവൻ ക്രൈസ്തവ സഭകളുടെയും നിലപാട്? BJPയെ അകറ്റി നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല, സമദൂരത്തിൽ BJPയുമുണ്ട്. പക്ഷേ ഇതാണ് പ്രശ്നം, അത് ഇടയ്ക്കിടയ്ക്ക് അത് ഉയർന്നു വരികയും ചെയ്യുകയാണ്. വടക്കേ ഇന്ത്യയിൽ സംഘപരിവാർ നടത്തുന്ന ആക്രമണങ്ങൾ അത് തടയുവാൻ കേന്ദ്ര സർക്കാരും കേന്ദ്രം ഭരിക്കുന്ന BJPയും ഇടപെടുന്നില്ല. പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി പറഞ്ഞത് ക്രിസ്തുവിൻ്റെ നിലപാടാണ്. ക്രിസ്തുവിൻ്റെ നിലപാടാണ് സഭകൾ എക്കാലത്തും പിന്തുടർന്നു വന്നത്. ക്രിസ്തുവിൻ്റെ നിലപാട് പാപത്തെ വെറുക്കുകയും പാപിയെ സ്നേഹിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആരെങ്കിലും തെറ്റ് ചെയ്താൽ ആ തെറ്റ് ചെയ്തത് കറക്റ്റ് ചെയ്തു കൊണ്ടുവന്ന് അവരെ നന്മയിലേക്ക് നയിക്കുക എന്നത് ക്രിസ്തുവിൻ്റെ നിലപാടാണ്. പരിശുദ്ധ തിരുമേനി പറഞ്ഞേക്കുന്നത് ഒരു സഭയ്ക്ക് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോടും പ്രത്യേകിച്ച് മമതയില്ല, അകൽച്ചയുമില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. അതിന് കാരണം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടം മുതൽ നോക്കിയാൽ നമുക്കറിയാം, ക്രൈസ്തവ സഭ എന്നും രാഷ്ട്രത്തിൻ്റെ നന്മയെ കരുതി മാത്രമേ നിലകൊണ്ടിട്ടുള്ളൂ. ഉദാഹരണമായി ബ്രിട്ടീഷുകാർ ഇവിടെ ഭരിച്ചിരുന്നപ്പോൾ ബ്രിട്ടീഷുകാരുടെ മതം നോക്കിയാൽ അത് ക്രിസ്തുമതമാണ്. എന്നാൽ ഈ രാഷ്ട്രത്തിന് സ്വാതന്ത്ര്യം വേണം എന്ന നിലപാടെടുത്തുകൊണ്ട് ശക്തമായി മുൻപോട്ട് പോയവരാണ് ഇന്ത്യയിലെ ക്രിസ്ത്യാനികളെന്ന് പറയുന്നത്.
അതുകൊണ്ട് തന്നെ ക്രൈസ്തവ സമൂഹത്തിനെന്നും രാഷ്ട്രത്തിൻ്റെ നന്മയാണ് പ്രധാനം. ഈ രാഷ്ട്രത്തിൽ പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട്. അതിലൊന്നാണ് BJP. CPM ആയാലും കോൺഗ്രസ് ആയാലും കേരള കോൺഗ്രസ് ആയാലും ഇതെല്ലാം വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ്. ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ഒന്നിനോടും പ്രത്യേകിച്ച് മമതയില്ല, ഒന്നിനോടും പ്രത്യേകിച്ച് എതിർപ്പില്ല. ഓരോരുത്തരും എടുക്കുന്ന നിലപാടുകളോടുള്ള പ്രതികരണം മാത്രമാണ് സഭയ്ക്കുള്ളത്. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, BJPയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ക്രൈസ്തവ സമൂഹത്തെ ചേർത്ത് നിർത്താൻ ശ്രമിക്കുന്നു എന്നത് സത്യമാണ്. അതുമാത്രമല്ല, ക്രൈസ്തവരുടെ സഹായമില്ലാതെ BJPക്ക് ജയിക്കുവാൻ കഴിയില്ല. ഇത് സഭയും തിരിച്ചറിയുന്നുണ്ടല്ലോ അല്ലേ? അതുകൊണ്ടൊരു സമ്മർദ്ദം കൂടി ഇക്കാര്യത്തിൽ ഉണ്ട്. കേന്ദ്രം ഭരിക്കുന്ന BJPയോട് അടുത്ത് നിൽക്കുവാനേ സഭകൾ ശ്രമിക്കൂ. കാരണം അവർക്ക് അതിൻ്റെതായ കാരണങ്ങളുണ്ട്. സഭാ സ്ഥാപനങ്ങളുടെ നടത്തിപ്പ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയോടും അകൽച്ച വെച്ച് പുലർത്തുകയില്ല. ഇത് ക്രൈസ്തവ സഭകൾ എന്നും അനുവർത്തിച്ചിട്ടുള്ള ഒരു ശീലമാണ്. അതിപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അവിടെ ഒരു സമ്മർദ്ദം കൂടി, ഞങ്ങളുടെ സഹായമില്ലാതെ നിങ്ങൾക്ക് ജയിക്കുവാൻ കഴിയുകയില്ല, അപ്പോൾ ഞങ്ങളുടെ നിബന്ധന പാലിക്കണം. പക്ഷേ അവിടെയും മറ്റു പ്രശ്നമുണ്ടല്ലോ. BJPക്ക് ഈ സംഘപരിവാറുകളുടെ കാര്യത്തിൽ ഇടപെടുന്നതിനുള്ള പരിമിതിയുണ്ട്. അതും സഭ മനസ്സിലാക്കുന്നുണ്ട്. സഭയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒരു സമ്മർദ്ദ ഗ്രൂപ്പായിട്ട് മാറാൻ സഭ ശ്രമിച്ചിട്ടില്ല. സഭ അതിൻ്റെ നിലപാടുകൾ ക്രിസ്തു ദർശനത്തിൽ അധിഷ്ഠിതമായി പറയുകയാണ് ചെയ്യുന്നത്. കേന്ദ്രം ആര് ഭരിച്ചാലും, കേരളം ആര് ഭരിച്ചാലും, പഞ്ചായത്ത് ആര് ഭരിച്ചാലും ഭരിക്കുന്നവർക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്ന ഒരു വിശ്വാസ സമൂഹമാണ് സഭ. അതുകൊണ്ട് തന്നെ ആര് ഭരിച്ചാലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി നമ്മുടെ പ്രധാനമന്ത്രിയാണ്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നമ്മുടെ മുഖ്യമന്ത്രിയാണ്. അവർ നമ്മെ ചേർത്ത് നിർത്താൻ തയ്യാറാകുമ്പോൾ നാം അവരോടൊപ്പം ആയിരിക്കും. ഇപ്പോൾ BJP നമ്മെ ചേർത്ത് നിർത്താൻ ശ്രമിക്കുമ്പോൾ അഭിവന്ദ്യ തിരുമേനി പറഞ്ഞതുപോലെ ചേർത്ത് നിർത്താൻ ശ്രമിക്കുന്നുവെന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല, അത് നമുക്ക് ബോധ്യമാകേണ്ടിയിരിക്കുന്നു. ഇവിടെ തന്നെ സംഭവിക്കുന്നത് കേന്ദ്ര സർക്കാരും BJPയും ക്രൈസ്തവ സമൂഹത്തോട് അടുപ്പം കാട്ടുമ്പോഴും പ്രാദേശിക തലത്തിൽ ചില തീവ്രവാദ സമൂഹങ്ങൾ, അതായത് ഹിന്ദു തീവ്രവാദ സമൂഹങ്ങൾ, ഞാനത് പറയുമ്പോൾ ഹിന്ദുമതത്തിൽ മാത്രമാണ് തീവ്രവാദ സമൂഹമുള്ളത് എന്ന് കരുതുന്നില്ല. ക്രൈസ്തവ വിശ്വാസത്തെ ഹനിക്കുവാനായി പല തീവ്രവാദ ഗ്രൂപ്പുകളിൽ ലോകമെമ്പാടും ഇടപെടുന്നുണ്ട്. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഹിന്ദു തീവ്രവാദ ഗ്രൂപ്പുകൾ ഇടപെടുമ്പോൾ അവയെ നിലയ്ക്ക് നിർത്തുവാനും കുറ്റവാളികൾക്കെതിരെ കർശന നിലപാടെടുക്കുവാനും അവരെ ഇനി ഇത് ആവർത്തിക്കത്തില്ല എന്ന അവസ്ഥയിലേക്ക് എത്തിക്കുവാനും കേന്ദ്ര സർക്കാർ തയ്യാറാകണം. ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകണം. ഈ അടുത്ത സമയത്തുണ്ടായ ദുഃഖമെന്ന് പറയുന്നത് ബജ്രംഗ് ദൾ പ്രവർത്തകർ പറഞ്ഞു എന്നതിൻ്റെ പേരിൽ കേസെടുത്തു എന്ന് കേൾക്കുന്നു. അത് വളരെ ദുഃഖകരമാണ്. ഈ രാഷ്ട്രത്തിൻ്റെ ഭരണഘടന, പരിശുദ്ധ പിതാവതാ പറഞ്ഞതാണ്, ഈ രാഷ്ട്രത്തിൻ്റെ ഭരണഘടന സംരക്ഷിക്കപ്പെടണം. അത് ശരി. പക്ഷേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. അപ്പോൾ ക്രൈസ്തവ നയതന്ത്രത്തിനെ പൂർണ്ണമായും തള്ളാതെയാണ് ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ ഇത് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നടക്കുന്ന കാര്യമല്ല എന്നുള്ള ഒരു തിരിച്ചറിവും സഭകൾക്കുണ്ടെന്ന് തോന്നുന്നു. വിശ്വാസികളും അതിലാണ്. കാരണം ഇത് കുറേ നാൾ ഇങ്ങനെ കുഴപ്പമില്ലാതെ പോകും, പക്ഷേ എവിടെയെങ്കിലും ഒരു പ്രശ്നമുണ്ടാകും വടക്കേ ഇന്ത്യയിൽ, അതോടുകൂടി ഇത് തകരും. അപ്പോൾ സഭയ്ക്ക് വിശ്വാസികളോടൊപ്പം നിൽക്കുവാനേ കഴിയുകയുള്ളൂ. അതല്ലെങ്കിൽ അവിടെ വിമർശനം നേരിടേണ്ടി വരുന്നത് സഭാ നേതൃത്വങ്ങൾക്കായിരിക്കും. അതുകൊണ്ട് അവർ വിശ്വാസികൾക്കൊപ്പം നിന്ന് തന്നെ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുകയും ചെയ്യും. അതോടുകൂടി അതവിടെ പൊളിയും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ പിന്നെയും അത് പിന്നെ അരമനകളിൽ വന്ന് സംസ്ഥാനത്തെ BJP നേതാക്കൾ ചർച്ചകൾ നടത്തും. അങ്ങനെ വീണ്ടും അത് പാച്ചപ്പ് ചെയ്തു പോകും. പക്ഷേ പിന്നീട് വീണ്ടും എന്തെങ്കിലും സംഭവിക്കുന്നു, അതോടെ വീണ്ടും പഴയ രീതിയിലേക്ക് ആവുകയും ചെയ്യും. അതുകൊണ്ട് ഇത് സമീപകാലത്ത് ഇങ്ങനെ കുറേ കണ്ടതാണ്. ഈ സഭാ നേതൃത്വം ഒരിക്കലും വിശ്വാസികളുടെ വിമർശനത്തെ ഭയന്ന് ചെയ്യുന്നതല്ല. നിലപാടുകൾ പറയുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇഷ്യൂ ബേസ്ഡ്, വടക്കേ ഇന്ത്യ മാത്രമല്ല, ഇക്കഴിഞ്ഞ ദിവസം കേരളത്തിലാണെങ്കിലും മാരാമൺ കൺവെൻഷനുമായി ബന്ധപ്പെട്ടൊരു പരാമർശം ഉണ്ടായി. ഈ വർഗീയത നിറഞ്ഞ പരാമർശം ഉണ്ടാകുകയും അതോടൊപ്പം തന്നെ വർഗീയത നിറഞ്ഞ ഇടപെടലുകൾ ഉണ്ടാകുകയും ചെയ്യുമ്പോൾ അതിനെ നിയന്ത്രിക്കുവാൻ ബന്ധപ്പെട്ടവർ തയ്യാറായില്ലെങ്കിൽ സഭ അത് പറയുന്നു. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ തന്നെയും ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണം. അത് പറയുമ്പോൾ സഭയ്ക്ക് ഇടതുപക്ഷ സർക്കാരിനോടുള്ള എതിർപ്പല്ല. ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് ഏകദേശം 1000 ദിവസമായിട്ടും അത് പൂഴ്ത്തിവെക്കുമ്പോൾ അതിൽ സഭ തെറ്റ് കാണുന്നു. അന്നേരം തെറ്റിനെയാണ് എതിർക്കുന്നത്. സഭയ്ക്ക് ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് അമിതമായ താല്പര്യമോ അമിതമായ വെറുപ്പോ ഇല്ല. ആര് നന്മ ചെയ്താലും അത് ശരിയാണെന്ന് പറയും. ശ്രീ ഡോക്ടർ B. ജയരാജ്, ഇവിടെ BJPയെ തള്ളാതെയാണ് ഈ സമദൂരം എന്നുള്ള നിലപാട് ഓർത്തഡോക്സ് സഭ സ്വീകരിച്ചിരിക്കുന്നത്. അതായത് സമദൂരത്തിൽ LDFും UDFും മാത്രമല്ല BJPയും ഉൾപ്പെട്ടിട്ടുണ്ട്. എങ്ങനെ കാണുന്നു താങ്കൾ ഇതിനെ? ഓർത്തഡോക്സ് സഭയുടെ കാതോലിക്ക ബാബയുടെ വാക്കുകൾ കൃത്യമായിട്ടും ആ സൂചന തന്നെയാണല്ലോ നൽകുന്നത്. കാതോലിക്ക പരിശുദ്ധ ബസേലിയസ് ബാബ പറഞ്ഞത്
വളരെ ശ്ലാഘനീയമായിട്ടുള്ള ഒരു കാര്യമാണ്. അദ്ദേഹം ക്രിസ്തു മതത്തിനെ സംബന്ധിച്ചിടത്തോളം ഗോഡ് ഈസ് ലവ് എന്നാണ് പറയുന്നത്. അപ്പൊ ക്രിസ്തു മതത്തിന്റെ ഒരു പ്രതിനിധി എന്ന നിലയിൽ, അതും പ്രത്യേകിച്ച് ഒരു പരിശുദ്ധ പിതാവ് എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ആരെയും ശത്രുക്കളായിട്ട് കാണുന്നില്ല, പക്ഷേ ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കണം. ഭരണഘടനയ്ക്കെതിരെ ഉണ്ടാവുന്ന ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഇത്തരം അക്രമങ്ങളെ തടയിടാൻ പറ്റത്തുള്ളൂ. BJP-ക്കാർക്ക് അത് പലപ്പോഴും കഴിയാറില്ല, സംഘപരിവാർ സംഘടനകൾക്ക് അത് ഒരിക്കലും കഴിയാറില്ല എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ടുള്ള ഒരു സ്റ്റാൻഡാണ്. ആരെയും എതിർപ്പ് കാണുന്നില്ല എന്ന് പറയുന്നതാണ് സമദൂരം എന്ന് പറയുന്നത്. ആരോട് എതിർപ്പൊന്നുമില്ല, പക്ഷെ അവർ പറയേണ്ടുന്ന ദേ ആർ എയറിംഗ് ദെയർ ഗ്രീവൻസസ് വെരി ക്ലിയർലി ആൻഡ് ഫാന്റാസ്റ്റിക്കലി ദേ ആർ എയറിംഗ് ദെയർ ഗ്രീവൻസസ് ആൻഡ് വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടാണ് പറയുന്നത്. അദ്ദേഹത്തിനെ പോലെ ഒരു മതമേലധ്യക്ഷന് അങ്ങനെ ഒരു സ്റ്റാൻഡാണ് പറയേണ്ടത്. പക്ഷെ എന്നാൽ പറയേണ്ടുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് പറയുകയും ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കുന്നത്. ഇപ്പൊ രാജീവ് ചന്ദ്രശേഖരനോട് ഇത്തരം ഒരു വിഷയം സംസാരിച്ചു കഴിഞ്ഞാൽ അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് സംസാരിക്കാനുള്ളത് പ്രധാനമായിട്ടും വികസനത്തെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. അത് ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ, ഇങ്ങനെയൊക്കെ പാസ്റ്റർമാരെ ആക്രമിക്കുന്നുണ്ടല്ലോ, പെന്തക്കോസ്ത് സഭയിൽപ്പെട്ട ആളുകളെ ആക്രമിക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ 228 പള്ളികൾ പൊളിക്കുന്നുണ്ടല്ലോ, ക്രിസ്മസ് ആഘോഷം തടസ്സപ്പെടുത്തുന്നുണ്ടല്ലോ, കരോത്സവങ്ങൾ ആക്രമിക്കുന്നുണ്ടല്ലോ എന്നെല്ലാം പറയുമ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് വികസനത്തെക്കുറിച്ച് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനായിട്ടുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. ഈ ഓരോ സ്റ്റേറ്റ്മെന്റും അങ്ങനെയല്ല. അദ്ദേഹം കാതോലിക്ക ബാബു പറഞ്ഞത് അങ്ങനെയല്ല. രാജീവ് ചന്ദ്രശേഖർ ഇത് കേൾക്കുകയും എന്റെ തന്നെ ഒരു പ്രശ്നമാണ് എന്ന രീതിയിൽ ഞാൻ അതിനെ കാണുകയും ചെയ്യുന്നു എന്നുള്ള ഉറപ്പ് BJP സംസ്ഥാന അധ്യക്ഷന്റെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടുണ്ട് എന്നാണ് ഓർത്തഡോക്സ് സഭയുടെ കാതോലിക്ക ബാബു പറഞ്ഞത്. ഞാനാണ് അദ്ദേഹവുമായിട്ട് സംസാരിച്ചത്. അദ്ദേഹം ആ കാര്യമാണ് പറഞ്ഞത്. BJP സംസ്ഥാന അധ്യക്ഷന്റെ ഭാഗത്തുനിന്ന് ഒരു ഉറപ്പ് കിട്ടിയിട്ടുണ്ട് എന്നാണ്. പക്ഷെ പരിമിതി മനസ്സിലാക്കുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട്. BJP സംസ്ഥാന അധ്യക്ഷന്റെ ഭാഗത്തുനിന്ന് മാത്രമല്ല, അഖിലേന്ത്യാ നേതൃത്വത്തോട് ചോദിച്ചാലും ഇതേ സ്റ്റാൻഡ് തന്നെയാണ്. പക്ഷെ അതൊന്നും നടപ്പിൽ വരുന്നില്ലെന്നുള്ളതാണ്. ദൈനംദിനം ക്രൈസ്തവ മതവിഭാഗങ്ങൾക്കെതിരെ, മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കെതിരെ എല്ലാ ആക്രമണങ്ങളും നടക്കുന്ന ഒരു സ്ഥലമായി കേരളം അല്ല ഇന്ത്യ മാറിയിട്ടുണ്ട്. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാ ദിവസവും. ന്യൂനപക്ഷങ്ങൾക്കെതിരെ ആദ്യം ഫസ്റ്റ് ദേ കം ഫോർ ദ മുസ്ലിംസ്, ദെൻ ഐ ഡിഡ്ന്റ് സ്പീക്ക് ഔട്ട് ബിക്കോസ് ഐ എം നോട്ട് എ മുസ്ലിം എന്നൊക്കെ പറയുന്ന പാസ്റ്റർ നെമുള്ളറിന്റെ കവിത ഓർമ്മിക്കുന്നത് പോലെയാണ്. ദെൻ ദേ കെയിം ഫോർ ദ ക്രിസ്ത്യൻസ്, അടുത്ത ക്രിസ്ത്യൻസിനെ തേടി വന്നു, പിന്നെ കമ്മ്യൂണിസ്റ്റുകാരെ തേടി വന്നു, അവസാനം എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലായി വരുന്ന ഒരു സന്ദർഭത്തിനെ കുറിച്ചാണ് ഫാസിസ്റ്റ് കാലത്ത് പാസ്റ്റർ നെമുള്ളർ എന്ന് പറഞ്ഞ വിഖ്യാത കവി ആ കവിത എഴുതിയത്. അത് അക്ഷരാർത്ഥത്തിൽ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവിധ ജനാധിപത്യ മൂല്യങ്ങളെ ദംശനം നടത്തുക, എല്ലാവിധ മതസ്വാതന്ത്ര്യത്തെ ബലിയൊഴിക്കുക, ഇത് ഒരു ഏകരാഷ്ട്രം ഏകമതം എന്നൊക്കെയുള്ള രീതിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പൊ എല്ലാം ഒന്നും കേന്ദ്ര സർക്കാരിന് എതിർപ്പില്ല, കേന്ദ്ര സർക്കാരിനോട് എതിർപ്പില്ല ക്രൈസ്തവ സഭകൾക്ക്. കേന്ദ്ര സർക്കാരിനോട് എതിർപ്പില്ല ഡോക്ടർ B. ജയരാജ്. താങ്കൾക്ക് കേന്ദ്ര സർക്കാരിനോടും BJP-യുടെയും എതിർപ്പാണ്. പക്ഷെ അങ്ങനെയല്ല. ക്രൈസ്തവ സഭകൾ പറയുന്നത് കേന്ദ്ര സർക്കാരിനോടോ BJP-യോടോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടോ ഒരു എതിർപ്പും ഞങ്ങൾക്കില്ല. ഒറ്റ കാര്യത്തിൽ മാത്രം ഈ പരിവാർ സംഘടനകളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന താങ്കൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ അക്രമങ്ങൾ മാത്രം, അത് തടയുവാൻ ഇടപെടുന്നില്ല എന്നത് മാത്രമാണെന്നാണ്. ബാക്കി ഒരു വിഷയത്തിലും എതിർപ്പില്ല എന്നാണ്. എതിർപ്പില്ലെന്നല്ല അദ്ദേഹം പറഞ്ഞത്. BJP-യുടെ റെസ്പോൺസിബിലിറ്റി അവർ നടത്തുന്നില്ല, ആക്രമണത്തെ അപലപിക്കുന്നില്ല, നടപടി എടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എതിർപ്പല്ലേ അത്? അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകൾ ഞാൻ കോട്ട് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട BJP റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നില്ല, അവർ സെക്യുലറിസത്തിനെ സംരക്ഷിക്കുന്നില്ല, അവർ ആക്രമണങ്ങളെ അപലപിക്കുന്നില്ല, അവർ വേണ്ടതായ നടപടികൾ എടുക്കുന്നില്ല. ഇതിൽ കൂടുതൽ എങ്ങനെയാണ് ഒരു മതമേലധ്യക്ഷൻ പറയുന്നത്? ശരി, അങ്ങനെ വരുമ്പോൾ ക്രൈസ്തവ നയതന്ത്രം എന്ന് പറഞ്ഞുകൊണ്ട് കുറെ നാളായി കേരളത്തിൽ നടത്തുന്ന ശ്രമം അത് കേന്ദ്രത്തിന്റെ അറിവോടുകൂടി തന്നെയാണ്, കേന്ദ്ര BJP നേതൃത്വത്തിന്റെ സമ്മതത്തോടെയും അവരുടെ കൂടി സഹായത്തോടെയും കൂടിയാണ് ഈ ക്രൈസ്തവ നയതന്ത്രം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ അതിന് തടസ്സമാകുന്ന കാര്യമല്ലേ ഇപ്പോൾ ഓർത്തഡോക്സ് ബാബു പറഞ്ഞിരിക്കുന്നത്? മഞ്ജുഷേ, പരിശുദ്ധ ബാബു പറഞ്ഞ ചില വാക്കുകൾ ഞാൻ പ്രത്യേകം നമ്മളൊന്ന് സ്ട്രെസ് ചെയ്ത് നോക്കണം. അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഈ ക്രിസ്ത്യാനികളോട് ഉണ്ടാകുന്ന അക്രമം എന്നുള്ളതല്ല, അതായത് രാജ്യത്തിന്റെ ഭരണഘടന സംരക്ഷിക്കപ്പെടണം, ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ ആർക്കും നിഷേധിക്കപ്പെടരുത്. ഇതാണ് വളരെ അദ്ദേഹത്തിന്റെ താങ്കളുമായിട്ടുള്ള ആ സംഭാഷണത്തില് താങ്കൾ ഇങ്ങനെ കുത്തി പല കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എങ്കിൽ പോലും ആ അദ്ദേഹത്തിന്റെ സംഭാഷണത്തിന്റെ ക്രക്സ് എന്ന് പറയുന്നത് അതാണ്. ഇതിൽ ആർക്കെങ്കിലും എതിരഭിപ്രായമുണ്ടോ? ഈ നാട്ടിൽ നമ്മുടെ ഈ രാജ്യത്തൊരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ ഓരോ പൗരനും, ആ പൗരാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം.
അതിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ നിരുത്സാഹപ്പെടുത്തണം, അങ്ങനെ ചെയ്യുന്നവർക്കെതിരെ നടപടിയെടുക്കണം എന്നുള്ള കാര്യത്തിൽ ഈ നാട്ടിൽ ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമാണോ മഞ്ജുഷേ? പിന്നെ മറ്റൊന്ന്, ഇവിടെ ജയരാജ് പറയുന്ന കാര്യം മുസ്ലിങ്ങളെ മുഴുവനും, അതായത് ഈ രാജ്യത്തെ 23 കോടി മുസ്ലിങ്ങളുണ്ട്, ആ മുസ്ലിങ്ങളെ മുഴുവനും അങ്ങ് തല്ലിക്കൊന്ന് കടലിലൊഴുക്കുക. അത് കഴിഞ്ഞ് ഈ രാജ്യത്തെ ഒരു 4-5 കോടി ക്രിസ്ത്യാനികളുണ്ട്, അവരെ മുഴുവനും വല്ല ആറ്റം ബോംബിട്ട് വല്ലതും കൊല്ലുക. അതിനുശേഷം ഇവിടെ ഹിന്ദുക്കൾ മാത്രമുള്ള ഒരു ഭരണം ആണ് ഇവിടെ BJP കൊണ്ടുവരാൻ പോകുന്നത് എന്ന് ആണ് അദ്ദേഹം ഇവിടെ പറയുന്നതും. ഇത് യഥാർത്ഥത്തിൽ വിശ്വസിച്ചുകൊണ്ടാണോ ഈ പറയുന്നത് എന്നുള്ള കാര്യത്തിലൊക്കെ എനിക്ക് സംശയമുണ്ട്. പിന്നെ പറയാൻ പറ്റില്ല, ഇനിയിപ്പോൾ നാളെ എപ്പോഴാണ് ഈ ജയരാജിനെയൊക്കെ ജയരാജ് ജി എന്ന് വിളിക്കേണ്ടി വരിക നമുക്കറിയില്ല കേട്ടോ. എന്തായാലും പോട്ടെ. എന്തായാലും ഇങ്ങനെയൊക്കെ ഇതൊക്കെ നടക്കുന്ന ഒരു ബഹുസ്വര ജനാധിപത്യത്തില്, ഒരു സമൂഹത്തില് ഇതൊക്കെ നടക്കുന്ന കാര്യമാണ്. പിന്നെ BJP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന, രാജ്യം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ആ രാഷ്ട്രീയ പാർട്ടി അവർ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് വിശ്വാസ്യത നേടാനും അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്താനും ഒക്കെ ശ്രമിക്കും. അത് ചെയ്യും. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദിത്വമല്ലേ അത് ചെയ്യണ്ടേ അവര്? അത് ചെയ്യുന്നതിന് തീർച്ചയായിട്ടും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടാകും. ആ സമൂഹത്തിൽ സ്വാധീനം ഉണ്ടാക്കുക, അവിടെ നിന്ന് പിന്തുണ നേടുക എന്നുള്ളതൊക്കെ പക്ഷെ അതിനിടയിലുള്ള പ്രചാരണം താങ്കൾക്ക് അറിയാമല്ലോ. കേക്കും വിരുന്നും കൊടുക്കാറുണ്ട് ക്രൈസ്തവ ആഘോഷങ്ങളിൽ. അപ്പോൾ അതിനെതിരെയുള്ള പ്രചാരണം LDF UDF നടത്തുന്നത് കേക്കിൽ വിഷമുണ്ടെന്നാണ്. അതുപോലെ തന്നെ വിരുന്നിന് പിന്നിൽ അതൊരു ചെന്നായ്ക്കൾ നൽകുന്നതാണ് എന്ന രീതിയിലാണല്ലോ വിമർശനം വരുന്നത്. അപ്പോൾ ഈ ബാബയുടെ ഈ ഒരു പ്രസ്താവന എന്ന് പറയുന്നത് ആ രീതിയിലേക്ക് അല്ല എന്നാണ് ഞാനത് എടുത്തു ചോദിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് LDF സർക്കാരും ഞങ്ങൾക്ക് വിരുന്ന് നൽകാറുണ്ട് എന്ന് വെച്ച് അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും, അവർ ചെയ്യുന്ന എല്ലാം ഞങ്ങൾ ന്യായീകരിക്കുന്നു എന്നത് അല്ല. അങ്ങനെ നോക്കുമ്പോൾ മറ്റൊന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്, അവരോട് ഞങ്ങൾക്ക് വിദ്വേഷമുണ്ടെന്നും അതിന് അർത്ഥം ആക്കേണ്ടത് അല്ലല്ലോ എന്ന്. അപ്പോൾ ആ വിമർശനങ്ങളെയും തള്ളുന്നുണ്ടല്ലോ ഓർത്തഡോക്സ് സഭ. നീ നോക്കൂ മഞ്ജുഷേ, ഇത് ഈ BJP നേതൃത്വവും ഇവരും തമ്മിൽ, നമ്മുടെ ക്രൈസ്തവ സഭകളും തമ്മിൽ ഉള്ള കമ്മ്യൂണിക്കേഷൻ ഇത് ഇന്നലെ ഒരു സുപ്രഭാതത്തിൽ തുടങ്ങിയതൊന്നും അല്ല. അദ്ദേഹം പരിശുദ്ധ ബാവ പറഞ്ഞല്ലോ, എത്രയോ കാലമായിട്ടുണ്ട്, എത്രയോ നാളായിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് നേരിട്ട് പേഴ്സണലായിട്ട് വി എസ് ശ്രീധരൻപിള്ള സാർ അദ്ദേഹത്തിന് പതിറ്റാണ്ടുകളായി ഈ സഭാ നേതൃത്വമായിട്ടും അവരുമായിട്ടൊക്കെ വളരെ നല്ല ബന്ധമുണ്ട്. അവർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, പോകുന്നുണ്ട്, കാണുന്നുണ്ട്, ഇതെല്ലാം നടക്കുന്നുണ്ട് ഇവിടെ. ഇത് നിങ്ങൾ മാധ്യമങ്ങളും മറ്റുള്ളവരും ശ്രദ്ധിച്ചു തുടങ്ങിയത് ഇപ്പോഴാണെന്നുള്ളതേ ഉള്ളൂ. ഇത് കാലങ്ങളായി ഇവിടെ നടക്കുന്ന കാര്യങ്ങളാണിത്. പിന്നെ അതിൻ്റെ അകത്ത്, ആ കേക്കിൻ്റെ അകത്ത് വിഷമാണ്, അതിൻ്റെ അടി കത്തിയാണ്, തേൻ പുരട്ടിയ കത്തിയാണെന്നൊക്കെ ഇവർ പറയുന്നത് ഇവരുടെ അങ്കലാപ്പ് കൊണ്ടാണ്, ഭയം കൊണ്ടാണ്. കാര്യം തങ്ങളുടെ കാൽക്കീഴിലെ മണ്ണൊലിച്ചു പോകുന്നു എന്ന് തോന്നുമ്പോൾ, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഒരു സമുദായ നേതൃത്വമായിട്ട് സംഭാഷണം നടത്തുന്നതിന് ഇത്ര മോശമായ ഭാഷയിൽ ഇവർ പറയുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ പേര് പേടി എന്നാണ്. ശരി, ഡോക്ടർ ബി ജയരാജ് അങ്ങനെയാണല്ലോ അല്ലേ? ആ ഒരു പേടിയുള്ളത് കൊണ്ടല്ലേ ഈ സഭകളും അതുപോലെ BJP നേതൃത്വവും തമ്മിൽ, കേന്ദ്ര നേതൃത്വവും ഒക്കെ തമ്മിലുള്ള ലൈസൺ എന്ന് പറയുന്നത് വർഷങ്ങൾ പഴക്കമുള്ളതാണ്. അപ്പോൾ ഈ ക്രൈസ്തവ നയതന്ത്രത്തിനിടയ്ക്ക് നിങ്ങളതിൽ പ്രയോഗിക്കുന്നത് ഈ കേക്കിലെ വിഷത്തിൻ്റെ കാര്യത്തെക്കുറിച്ചാണ്, അതുപോലെ തന്നെ വിരുന്ന് നൽകുന്നതിനെ വിമർശിക്കുന്നതാണ്. പക്ഷെ അത് നിങ്ങളുടെ ഒരു അങ്കലാപ്പ് കാരണമാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. രാജ്യത്ത് നടക്കുന്ന വിഷയങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ മതിയല്ലോ. ഇത്രയധികം ആക്രമണങ്ങൾ നടത്തുകയും ഇത്രയധികം ദേവാലയങ്ങൾ പൊളിച്ചുകളയുകയും ഇത്രയധികം മതവിശ്വാസികളെ പിടിച്ചിട്ട് വിചാരകതള്ളുകാർ പറഞ്ഞെന്ന പേരിൽ പിടിച്ച് ജയിലിലടക്കുകയും പാസ്റ്റർമാരെ എല്ലാം ഓടിച്ചിട്ടടിക്കുകയും മതപരിവർത്തനം ആരോപിച്ച് കുറെ ആളുകളെ, കന്യാസ്ത്രീകളെ അടക്കം പിടിച്ചേക്കുകയും ചെയ്യുന്നത് ദൈനംദിന വാർത്തയല്ലേ? നമ്മുടെ ഇവിടെ എത്തുന്ന വാർത്തകൾ, നോർത്ത് സൈഡിൽ ജോലി ചെയ്യുന്ന ഞാൻ പഠിപ്പിച്ചിട്ടുള്ള പല കുട്ടികളും പറയുന്നത് ഇതിനേക്കാളൊക്കെ വളരെ ഡേഞ്ചറസ് ആണ് നോർത്ത് ഈസ്റ്റിലെ മറ്റ് സ്ഥലങ്ങളിൽ. അങ്ങനെയാണെങ്കിൽ പൂർണ്ണമായിട്ടും തള്ളി പറയേണ്ടതല്ലേ ഓർത്തഡോക്സ് സഭയൊക്കെ? ഓർത്തഡോക്സ് സഭ അധ്യക്ഷന്റെ വാക്കുകളിൽ പൂർണ്ണമായിട്ടൊന്നും തള്ളിക്കളഞ്ഞിട്ടില്ല, ഞങ്ങൾക്കൊരു ഒരു പ്രശ്നമേ ഇല്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ BJP തൊട്ടുകൂടാനാവാത്ത പാർട്ടി എന്നുള്ളൊരു നിലപാട് മുൻപ് സ്വീകരിച്ചിട്ടുള്ളവർ പോലും ഇപ്പോൾ അതിലേക്ക് വരുന്നില്ല. ഓർത്തഡോക്സ് സഭ അധ്യക്ഷൻ പറയുന്നത് അങ്ങനെ ഒരു കാര്യമേ ഇല്ല, സമദൂരത്തിൽ BJPയും ഉണ്ട് എന്നാണ്. അപ്പോൾ ഇത്രമാത്രം താങ്കൾ പറയുന്ന രീതിയിലാണെങ്കിൽ സഭാ നേതൃത്വങ്ങൾ പൂർണ്ണമായിട്ടും തള്ളി പറയുകയും മാറ്റി നിർത്തുകയും ചെയ്യേണ്ടതുണ്ടല്ലോ. അങ്ങനെ വരുന്നുമില്ല ഡോക്ടർ ബി ജയരാജ്.
അതിനകത്ത് നമ്മൾ ഇത്തരം ആക്രമണങ്ങളെ അങ്ങനെയല്ലല്ലോ എതിർക്കേണ്ടുന്നത്. നമ്മൾ ഭരണഘടന ഉയർത്തിപ്പിടിക്കണം, അല്ലെ ഭരണഘടനയെ സംരക്ഷിക്കണം എന്ന് പറയുന്ന ഒരൊറ്റ സ്റ്റാൻഡ് മതി. അതിനകത്ത് എല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ട്. നമ്മുടെ സെക്യുലറിസം, നമ്മളുടെ മതസ്വാതന്ത്ര്യം, ഇതെല്ലാം അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. അത് മാത്രമാണ് ആവശ്യപ്പെടുന്നത്. ബാക്കി നിങ്ങൾ എന്ത് വേണമെങ്കിലും ഡിപ്ലോമസി അയക്കും. നിങ്ങളോട് ആരെടുത്തും നമുക്ക് വ്യക്തിപരമായിട്ട് വിരോധമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ പറയുന്ന പ്രസ്ഥാനങ്ങൾക്ക്, നിങ്ങളുടെ അനുകൂല സംഘടനകൾ ഞങ്ങളെ ആക്രമിക്കുന്നതിന് ഞങ്ങൾക്കെതിരെ അഭിപ്രായമുണ്ട്, അത് ഇനി തുടരാൻ പാടില്ല എന്ന് വളരെ കൃത്യമായിട്ട്, വളരെ പ്ലെയിൻ ആയിട്ടല്ലേ പറയുന്നത്. ഇതിൽ നിന്ന് മനസ്സിലാക്കാമല്ലോ അവർക്ക്. ഈ അവർ കൊണ്ടുവരുന്ന കാര്യങ്ങൾ, ഇപ്പം ക്രിസ്മസ് ആഘോഷിക്കുന്നത് ക്രിസ്ത്യാനികളല്ല, ക്രിസ്ത്യാനികൾ മാത്രമല്ല, ലോകം മുഴുവൻ ക്രിസ്മസ് ആഘോഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരാൾ കേക്കുമായിട്ട് വരുന്നതിന്, അതിനെ സ്വീകരിക്കുന്നതിന് എന്താണ് കുറ്റം? അല്ലെങ്കിൽ ക്രിസ്മസ് ആഘോഷിക്കുന്നതിന് എന്താണ് അതിന്റെ പ്രശ്നം എന്താണ്? അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ വളരെ വിശാലമായ ഒരു മനസ്സോടുകൂടിയാണ് ഇത്തരം ആളുകൾ ആര് ചെന്നാലും സ്വീകരിക്കുന്നത്. അവരെ തൊട്ടുകൂടാ, അവരെ മാറ്റി നിർത്തണം എന്നുള്ളൊരു സമീപനമൊന്നും അല്ലല്ലോ പറഞ്ഞത്. നമ്മൾക്ക് അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഭരണഘടനാ സ്വാതന്ത്ര്യത്തിനെ നിലനിർത്തിക്കൊണ്ടുപോകാൻ ഉള്ള ഒരു കാര്യമല്ലേ മുന്നോട്ട് വെക്കുന്നത്. അത് അത്രയല്ലേ പറ്റൂ. അല്ലാതെ ഇവർ പറയുന്ന അതേ ഭാഷയിൽ തിരിച്ചങ്ങോട്ട് പ്രതികരിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? എല്ലാവരും അതേ നാണയത്തിൽ തന്നെ പ്രതികരിച്ചു കഴിഞ്ഞാൽ ഇവർ എന്തായിരിക്കും? ശ്രീകുമാർ, ഇപ്പോൾ സഭകളുടെ നിലപാടിനെ എങ്ങനെയാണ് കാണുന്നത്? ക്രൈസ്തവ നയതന്ത്രത്തിന് കിട്ടുന്ന ഒരു അംഗീകാരമായിട്ട് താങ്കൾ ഇതിനെ കാണുന്നുണ്ടോ, ശ്രീകുമാർ? ചോദ്യം കേട്ടില്ല. ക്രൈസ്തവ ഇപ്പോൾ ഓർത്തഡോക്സ് സഭ അധ്യക്ഷന്റെ പ്രതികരണമാണ് വന്നിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് BJPയോടും കേന്ദ്ര സർക്കാരിനോടും നരേന്ദ്രമോദിയോടുമൊന്നും ഒരു എതിർപ്പുമില്ല, പക്ഷേ ഈ വടക്കേ ഇന്ത്യയിലെ അക്രമ സംഭവങ്ങൾ തടയുന്നതിന് ഇടപെടണം. ഇക്കാര്യം കേരള BJPയോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഈ സമദൂര നിലപാടാണ് ഇത്തവണയും ഉള്ളത്, അതിൽ മാറ്റമില്ല. പക്ഷേ സമദൂരത്തിൽ LDFും UDFും മാത്രമല്ല BJPയും ഉൾപ്പെട്ടിട്ടുണ്ട്. ഇത് ഈ ക്രൈസ്തവ നയതന്ത്രത്തിനുള്ള ഒരു അംഗീകാരമായിട്ട് താങ്കൾ കാണുന്നുണ്ടോ, അതൊരു തടസ്സമാണോ ഇത്? അല്ല, നോക്കൂ മഞ്ജുഷേ, ഞാൻ ആ മഞ്ജുഷിന്റെ ഇന്റർവ്യൂ കണ്ടു. അതിൽ ഓർത്തഡോക്സ് സഭാധ്യക്ഷൻ പറഞ്ഞിരിക്കുന്നത് ഒരു സ്വതന്ത്ര ചിന്തയുള്ള ഒരു മതമേലധ്യക്ഷൻ പറയുന്നതായിട്ട് എനിക്ക് തോന്നിയുള്ളൂ. കാരണം എന്താ വെച്ചാൽ അദ്ദേഹം കേന്ദ്രം ഭരിക്കുന്ന BJPയെയോ കേരളം ഭരിക്കുന്ന LDFനെയോ ഒരുപാട് കാലം ഇന്ത്യ ഭരിച്ച, ഒരുപക്ഷെ അടുത്ത തവണ കേരളം ഭരിക്കുമെന്ന് വരുന്ന UDFനെയോ അദ്ദേഹം കുറ്റം പറഞ്ഞില്ല. പക്ഷേ ഈ ഓർത്തഡോക്സ് സഭയെ കുറിച്ച് പറയുമ്പോഴേ ഓർത്തഡോക്സ് സഭ കഴിഞ്ഞ ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പ് മുതല് ഓർത്തഡോക്സ് സഭയുടെ ചില ചിന്തകൾ ഉണ്ടായിരുന്നു കേരളത്തില്. അവർ LDFനോട് അനുകൂലമായിട്ട് നിൽക്കുകയായിരുന്നു. ഓർത്തഡോക്സ് സഭാധ്യക്ഷനുമായി ചർച്ച നടത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടതാണ്. അത് അന്ന് LDF ജയിക്കുകയും ചെയ്തു, സജി ചെറിയാൻ ജയിക്കുകയും ചെയ്തു. അപ്പൊ UDFന് യാക്കോബായ ഓർത്തഡോക്സ് സഭാ തർക്കത്തില് ഓർത്തഡോക്സ് സഭ പല ഘട്ടങ്ങളിൽ എടുത്ത നിലപാട് UDFന് പ്രോത്സാഹനമായിട്ടുള്ള ഘട്ടം ഉണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി ഓർത്തഡോക്സ് സഭാ അംഗമായിട്ട് പോലും ഉമ്മൻചാണ്ടി സഭയ്ക്ക് വേണ്ടി ഒന്നും ഇടപെടുന്നില്ല എന്നുള്ള ഒരു പരിഭവമൊക്കെ അവർ പങ്കുവച്ചിരുന്നു. പക്ഷെ കാലം മാറിയപ്പോൾ ഇപ്പൊ കേന്ദ്രം BJP ഭരിച്ചപ്പോൾ താങ്കളുടെ ചോദ്യത്തിന് ഉത്തരമായി അദ്ദേഹം പറഞ്ഞത് സഭയ്ക്ക് ഇങ്ങനെ ആരോടും പ്രത്യേകിച്ചൊന്നുമില്ല, എല്ലാ രാഷ്ട്രീയ കക്ഷികളോടും സമദൂരമാണ്. പക്ഷേ ദേശീയ തലത്തിൽ സഭയ്ക്കെതിരെ നടക്കുന്ന, എന്ന് വെച്ചാൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളെ വേണ്ട രീതിയിൽ അതിനെ അപലപിക്കാൻ BJPയുടെ സംഘപരിവാർ നേതൃത്വം ശ്രദ്ധിക്കുന്നില്ല എന്നൊരു തരത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പൊ അത് നമ്മൾ നിരന്തരമായിട്ട് ഈ വടക്കേ ഇന്ത്യയിലൊക്കെ കാണിക്കുന്ന ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങളൊക്കെ നമ്മൾ കാണുന്നതാണ്. അപ്പൊ അദ്ദേഹം പറയുന്നത് സംഘപരിവാറിലത്തെ എല്ലാ കക്ഷികൾക്കും അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്, പക്ഷെ അവർ ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുമ്പോൾ അതിനെതിരെ വേണ്ടത്ര പ്രതികരണം ഉണ്ടാകുന്നില്ല. എന്നാലും സഭയുടെ നിലപാട് ഞങ്ങൾക്ക് എല്ലാവരും തുല്യരാണെന്നാണ്. പക്ഷെ അങ്ങനെ പറയുമ്പോൾ തന്നെ ഒരു കാര്യമുള്ളത്, രാഷ്ട്രീയ സാഹചര്യ സഭ മനസ്സിലാക്കുന്നുണ്ടല്ലോ. ഏത് സഭയുടെ അധ്യക്ഷന്മാരായാലും ഏത് സമുദായ സംഘടനയുടെ അധ്യക്ഷന്മാരായാലും അവർ പറയുന്ന പോലെ അല്ല അവരുടെ അണികളെ വോട്ട് ചെയ്യുന്നത്. ഇപ്പൊ കത്തോലിക്ക സഭയുടെ നേതൃത്വവും അൽമായരും അത് രണ്ടും രണ്ടായിട്ട് തന്നെ നമ്മൾ കാണണം. കാരണം സഭാ നേതൃത്വത്തിന് ഒരുപാട് താല്പര്യങ്ങളൊക്കെ ഉണ്ടാകും. താല്പര്യങ്ങൾ എന്ന് വെച്ചാൽ ഏത് രീതിയിലുള്ള താല്പര്യങ്ങൾ എന്നുള്ളതല്ല. അതായത് സഭാ നേതൃത്വം എന്ന് പറയുമ്പോൾ അവർ ഒരു സഭയെ ഭരിക്കുന്നവരാണ്. അപ്പൊ ഭരിക്കുന്നവർക്ക് അവരുടേതായ ബുദ്ധിമുട്ടുകളും അതുപോലെ ആവശ്യങ്ങളും ഒക്കെ ഉണ്ടാകും. അതുകൊണ്ട് അതേപോലെ അൽമായർ ചിന്തിക്കണമെന്നില്ല. അൽമായരെ സംബന്ധിച്ചിടത്തോളം, അതായത് വിശ്വാസികളെ, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ രാഷ്ട്രീയമുണ്ട്, അവരുടെ വിശ്വാസമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ NSSന്റെ കാര്യം SNDPയുടെ കാര്യം തന്നെയാ. ഇപ്പൊ NSS SNDP അയക്കുന്നൊക്കെ പറഞ്ഞപ്പോ ഇവിടെ വല്ലാത്ത എന്തോ ഒന്ന് LDFന് അനുകൂലമായി വരുന്നു എന്നൊക്കെ ഒരു തോന്നലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്നും ഉണ്ടാവില്ല. കാരണം കഴിഞ്ഞ ഈ 1.5-2 മാസം മുമ്പ് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പില് ഈ രണ്ട് സമുദായ കക്ഷികളും സമുദായ സംഘടനകളും UDFന് പിന്തുണ പ്രഖ്യാപിച്ചവരല്ല. അത് മാത്രമല്ല UDFന് അനുകൂലമല്ല എന്ന് തോന്നിപ്പിക്കുന്ന നിലപാടെടുത്തവരാണ് NSS അടക്കം. അയ്യപ്പ സംഗമം നടത്തിയപ്പോഴും ശബരിമല വിഷയത്തിലൊക്കെ.
പഴയ NSS അങ്ങനെ അല്ലല്ലോ. പഴയ കാലത്താണെങ്കിൽ NSS ശബരിമല ഈ വിഷയത്തില് ശക്തമായിട്ട് LDF-നെതിരെ പ്രതികരിക്കേണ്ടതല്ലേ? അത് പ്രതികരിച്ചിട്ടില്ലല്ലോ. എന്നിട്ട് UDF വലിയ ഭൂരിപക്ഷം എന്ന് വെച്ചാൽ ഇവരൊക്കെ പിന്തുണയ്ക്കുന്ന സമയത്തേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിലേക്ക് UDF എത്തിയത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം VD സതീശനെതിരാണ് ഈ നായർ ഈഴവ ഐക്യം ഞാൻ പറയില്ല, SNDP യോഗ നേതൃത്വവും NSF നേതൃത്വവും തമ്മിലുള്ള ഐക്യം VD സതീശനെതിരാണ് എന്നൊരു ചിന്ത വന്നപ്പോഴ് പൊതുസമൂഹത്തിൽ വലിയ ഒരു ഒരു എന്താ പറയാ ഒരു പിന്തുണ സതീശനെ തേടിയെത്തി. അപ്പൊ NSS അവരുടെ നിലപാടിനെ കുറിച്ച് ഒരു വിശദീകരണം നൽകി. അതുപോലെ തന്നെ ഓർത്തഡോക്സ് സഭയാണെങ്കിലും യാക്കോബായ സഭയാണെങ്കിലും അതുപോലെ കത്തോലിക്ക സഭയാണെങ്കിലും ലത്തീൻ സഭയാണെങ്കിലും അവരൊക്കെ അവരുടേതായ ചില ആവശ്യങ്ങളും താല്പര്യങ്ങളും ഒക്കെ കാലാകാലങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇപ്പൊ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടന്ന സമയത്തല്ലേ മുനമ്പം മറ്റേ സമരരംഗത്ത് പ്രസംഗിച്ച മേജർ ആർച്ച് ബിഷപ്പ് തട്ടിലച്ചൻ എന്താ പറഞ്ഞത്? റാഫേൽ തട്ടിൽ അദ്ദേഹം പറഞ്ഞത് പരമ്പരാഗത ചിഹ്നത്തിൽ നിന്ന് മാറി ഞങ്ങൾ വോട്ട് ചെയ്യാൻ മടിയില്ല എന്ന് പറഞ്ഞു. പിറ്റേന്ന് ശ്രീ ഷാബു പ്രസാദിന്റെ സുഹൃത്തായ പാർട്ടിയുടെ അവിടുത്തെ സ്ഥാനാർത്ഥി നേരെ മുനമ്പത്തോടിയെത്തി, നമ്മൾ കണ്ടതാണ്. പക്ഷെ അവിടെ UDF സ്ഥാനാർത്ഥി 18,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് ജയിക്കുന്നതാണ് കണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ സഭാ നേതൃത്വം പഴയ പോലെ സഭാ നേതൃത്വം പറഞ്ഞ അതേപോലെ ഉൾക്കൊള്ളാൻ അവരുടെ വോട്ടർമാരോ അണികളോ വിശ്വാസികളോ തയ്യാറാകാത്ത സാഹചര്യമുണ്ട്. ഇവിടെ കേന്ദ്ര BJP തന്നെ നിങ്ങൾക്കറിയാം, അതായത് ഒരു ഘട്ടത്തില് ശ്രീ PS ശ്രീധരൻപിള്ള അദ്ദേഹം ഗവർണറായിരിക്കുന്ന സമയത്ത് പോലും ഓർത്തഡോക്സ് സഭയുമായി ചർച്ച നടത്തി, വലിയ ചർച്ച നടത്തിയത് വലിയ വാർത്തയായിരുന്നല്ലോ ഒരു 5-6 വർഷം മുമ്പ്. അപ്പൊ ഓർത്തഡോക്സ് സഭാ നേതൃത്വമായിട്ട് BJP നേതൃത്വം ചർച്ച നടത്തിയിരുന്നു. കത്തോലിക്ക സഭാ നേതൃത്വമായി ചർച്ച നടത്തിയതിന്റെ പ്രതിഫലനമാണ് മാർ പാംപ്ലാനിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതിനുശേഷമാണ് കേരളത്തിലെ ക്രൈസ്തവ ദേവാലയങ്ങളിലെ മറ്റേ ക്രിസ്തുമസ് കേക്കുമായി ചെന്നതും ന്യൂ ഇയർ ആശംസ നൽകിയതും ഒക്കെ. പക്ഷെ പിന്നീട് അത് വേണ്ട പോലെ അവർ തുടരുന്നതായിട്ട് കണ്ടില്ല. അപ്പൊ അതിലൊരു രാഷ്ട്രീയ ഉദ്ദേശം അവർക്ക് ഉണ്ടായിരുന്നിരിക്കാം. ആ ഉദ്ദേശം വേണ്ട പോലെ ഫലിക്കാതിരുന്നു എന്നൊരു തോന്നൽ വന്നിട്ടുണ്ടാവും. കാരണം അതായത് ഒരു സമ്മർദ്ദ ശക്തിയായിട്ട് മാറുവാനുള്ള ശ്രമം. ശ്രീ പ്രകാശ് പി തോമസ്, അതാണല്ലോ യഥാർത്ഥത്തിൽ ഉള്ളത്. സഭകൾ എല്ലാ കാലത്തും ഒരു സമ്മർദ്ദ ശക്തിയായിട്ട് നിൽക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഇതൊരു ടാക്ടിക്സ് എന്ന് തന്നെ പറയാമല്ലോ, തന്ത്രപരമായ നിലപാട് അല്ലെങ്കിൽ ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള നിലപാടേ സഭകൾ സ്വീകരിക്കുകയുള്ളൂ. അപ്പോൾ പതിവ് നിലപാട് തന്നെ ഇത്തവണയും ആവർത്തിച്ചിരിക്കുന്നു എന്ന് തന്നെ കരുതേണ്ടി വരും. അപ്പോൾ കേന്ദ്രം BJP ഭരിക്കുന്നതുകൊണ്ട് BJPയെ കൂടി അതിലേക്ക് ഉൾപ്പെടുത്തും എന്നേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സഭയൊരിക്കലും ആര് ഭരിക്കുന്നോ അവരോട് ചേർന്ന് നിൽക്കുക എന്നൊരു തന്ത്രമല്ല എടുത്തിട്ടുള്ളത്. അങ്ങനെ ആയിരുന്നുവെങ്കിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ആര് ഭരിച്ചാലും അവരോടൊപ്പം ചേരാനുള്ള ഒരു അവസരം ഉണ്ടാക്കുമല്ലോ. അല്ല, അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ സഭ കൃത്യമായി അടിയന്തരാവസ്ഥക്കെതിരെ നിലപാടെടുത്തിട്ടുണ്ട്. തെറ്റ് ചെയ്താൽ തെറ്റെന്ന് പറയാം. അതുകൊണ്ട് തന്നെയാണല്ലോ വടക്കേ ഇന്ത്യയിൽ ഉണ്ടാകുന്ന പീഡനങ്ങൾ അത് പ്രശ്നമാണെന്നും അത് നിയന്ത്രിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ അതിന് നടപടി ഉണ്ടാകണമെന്നും അതിന് നടപടി ഉണ്ടാകാതെ പറയുന്നതിൽ കാര്യമില്ല എന്നും കൃത്യമായി സഭാ നേതൃത്വം പറഞ്ഞിരിക്കുന്നത്. അല്ല എങ്കിൽ ഇതൊന്നും ഞങ്ങൾ കണ്ടില്ല, ഞങ്ങളുടെ പ്രശ്നമല്ല എന്ന് പറയാമായിരുന്നു. സഭകളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇവിടെയുള്ള 3 മുന്നണികളും സഭയോട് ചെയ്തിട്ടുള്ള, ക്രൈസ്തവ സമൂഹത്തോട് ചെയ്തിട്ടുള്ള പ്രശ്നങ്ങൾ അത് കൃത്യമായി അക്കമിട്ട് നിരത്തുകയും അതിനോടുള്ള പ്രതികരണം എന്താണെന്ന് കൃത്യമായി പ്രതികരിക്കുവാൻ ജനങ്ങൾക്കറിയാം, സഭാവിശ്വാസികൾക്കറിയാം. അല്ലാതെ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വേണ്ടി ഓശാന പാടി നടക്കുന്ന ഒരവസ്ഥയിലേക്ക് സഭ ഒരിക്കലും പോയിട്ടില്ല. ഇവിടെയും പറയുന്നത് നിങ്ങൾ ഞങ്ങളെ കാണാൻ വരുന്നതൊക്കെ നല്ലത്, പക്ഷേ അതേസമയം തന്നെ ഇപ്രകാരമുള്ള അക്രമങ്ങൾക്ക് അവസാനമുണ്ടാക്കുവാനായിട്ട് കഴിയണം. ഇതേ കാര്യം തന്നെ മറ്റു മുന്നണികളും പറയാറുണ്ട്. സഭ ഇപ്പം കേരള കൗൺസിൽ ഓഫ് ചർച്ചസിനെ സംബന്ധിച്ചിടത്തോളം പൊതുസമൂഹത്തിൽ അവതരിപ്പിക്കുന്നത് ക്രൈസ്തവ സമൂഹത്തിന് പൊതുവായിട്ടുള്ള വിഷയങ്ങളുണ്ട്. അതിലൊന്നാണ് ഈ ന്യൂനപക്ഷ വിഭാഗത്തിനെതിരെ, പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹത്തിൻ്റെ ആരാധനാലയങ്ങൾക്കും വിശ്വാസികൾക്കും വിശ്വാസത്തിനുമെതിരായിട്ടുള്ള ഇടപെടലുകൾ അക്രമം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നിയമപരമായിട്ടുള്ള പല ദോഷങ്ങളും സഭയ്ക്ക് പലയിടത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അന്നേരം ആര് തെറ്റ് ചെയ്താലും, അത് UDF ചെയ്താലും LDF ചെയ്താലും BJP ചെയ്താലും അത് തെറ്റാണെന്ന് പറയുകയും അതിനനുസരിച്ച് നിലപാടെടുക്കുകയും ചെയ്യുന്നതാണ് സഭയുടേതായിട്ടുള്ള ദൗത്യം. ഓർത്തഡോക്സ് സഭ അധ്യക്ഷൻ തന്നെ മറ്റു ചില കാര്യങ്ങളും പറഞ്ഞിരുന്നു. അത് LDF സർക്കാരിനോടുള്ള ചോദ്യങ്ങൾ കൂടിയായിരുന്നു. ഇപ്പോൾ JB കോശി കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിൽ ഒരു നിലപാടിലേക്ക് ഇതുവരെ LDF സർക്കാർ വന്നിട്ടില്ല, പുറത്തുവിട്ടിട്ടില്ല. അതിനെക്കുറിച്ചുള്ള പ്രതികരണം ബാവയുടെ വാക്കുകൾ കേൾക്കാം. ഒരു ഭരണമാറ്റം കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു, അല്ലേ? അതാണ് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിൽ മനസ്സിലാക്കുന്നത്, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ മനസ്സിലാക്കുന്നത്. അത് അതേപടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. കാരണം അത് പ്രതിഫലിക്കാം,
അല്ലെങ്കിൽ മാറ്റം ഉണ്ടാകാം. അതൊക്കെ നമുക്ക് ചിന്തിക്കാവുന്ന ഇപ്പോൾ കാര്യം. പൊതുവെ ഒരു വിലയിരുത്തലുള്ളത് ന്യൂനപക്ഷങ്ങൾ ഒരു UDFന് അനുകൂലമായ ഒരു നിലപാടിലേക്ക് വന്നിട്ടുണ്ട് എന്നാണ്. അതിൽ ക്രൈസ്തവ വിഭാഗങ്ങളും അതുപോലെ തന്നെ മുസ്ലിം ജനവിഭാഗവും അങ്ങനെ വന്നിട്ടുണ്ട് എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഇതൊരു തരം ഡിവൈഡിന് കാരണമാകുന്നുണ്ടോ ഇത്തരത്തിലുള്ള വിലയിരുത്തലുകൾ വരുന്നത്? ഇപ്പോൾ മറുവശത്ത് അപ്പോൾ LDF അത് ഭൂരിപക്ഷ സമുദായത്തെ പ്രീണിപ്പിക്കുവാനുള്ള ശ്രമം നടത്തുന്നു. ഇങ്ങനെയൊക്കെ വരുന്നത് പൊതുവെ ഒരു കലുഷിതമായ ഒരു അന്തരീക്ഷത്തിലേക്ക് പോകുന്നു. അതിൻ്റെ ആവശ്യമില്ല എന്നാണോ? നിശ്ചയമായിട്ടും രാഷ്ട്രീയ പാർട്ടികളെല്ലാം ഇതൊരു മത രാഷ്ട്രമാണ് എന്നുള്ളതുള്ള സത്യം മനസ്സിലാക്കിക്കൊണ്ട് മതത്തെ പ്രീണിപ്പിക്കാൻ അവരെല്ലാവരും ശ്രമിക്കുന്നത് സാധാരണയാണ്. മതങ്ങൾക്ക് അതിന് അവർക്ക് പിന്തുണ കൊടുക്കും, അവരുടെ സഹാനുഭൂതിയിൽ തന്നെ നിൽക്കും. എന്നാൽ അതേ സമയത്ത് അതിൻ്റെ മാത്രം കൊണ്ടൊരു വിജയമൊന്നും ഉണ്ടാവും എന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. മതങ്ങൾ എല്ലാവരെയും സഹായിക്കുന്നുണ്ട്, ആരും മതത്തിനെയും സഹായിക്കുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അനർഹമായിരിക്കുന്ന ഒന്നും നമ്മൾ ആരോടും ചോദിച്ചിട്ടില്ല. നീതി വേണം, സത്യം വേണം, ഇത് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. അസത്യമായോ അനീതിയായോ ഏതെങ്കിലും കാര്യം ഓർത്തഡോക്സ് സഭ ചെയ്തു തരണമെന്ന് ഒരു ഗവൺമെൻറ് BJPയോടോ UDFനോടോ LDFനോ നമ്മൾ ആവശ്യപ്പെടുന്നില്ല. നമുക്ക് അർഹമായിരിക്കുന്നത് ലഭിക്കണം. ആ അർഹമായത് ലഭിക്കാതിരുന്നാൽ അതിനെതിരെ നമ്മൾ ശബ്ദം ഉയർത്തും. പക്ഷെ അതൊരു സമ്മർദ്ദമായിട്ട് വ്യാഖ്യാനിക്കപ്പെടൂലേ ബഹുമാനപ്പെട്ട ബാവ? എങ്ങനെ ഒരു സമ്മർദ്ദം, സർക്കാരിൽ സഭകൾ സമ്മർദ്ദം ചെലുത്തുന്നു എന്ന രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടാം. സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുന്നില്ല, സർക്കാരിനോട് നീതിയുക്തമായി പ്രവർത്തിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെടുന്നതാണ്. അതെങ്ങനെയാണ് സമ്മർദ്ദമാകുന്നത്? നമ്മൾക്ക് അർഹമല്ലാത്തത് ഏതെങ്കിലും സാധനം ചെയ്തു തരണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അതിൻ്റെ പുറകെ നടക്കുന്നതാണ് സമ്മർദ്ദമെന്ന് പറയുന്നത്. എനിക്ക് അർഹമായിരിക്കുന്നത് ലഭിക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അത് സമ്മർദ്ദമാകുന്നത് എങ്ങനെയാണ്? അപ്പോൾ അങ്ങനെയാണെങ്കിൽ JB കോശി കമ്മീഷൻ റിപ്പോർട്ട് അത് ക്രൈസ്തവ ന്യൂനപക്ഷത്തിന് വേണ്ട കാര്യങ്ങളെക്കുറിച്ച് പഠിച്ച് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടാണ്. റിപ്പോർട്ട് സർക്കാർ പുറത്തുവിടുന്നില്ല. അങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കാൻ ആവശ്യപ്പെട്ടത് സർക്കാരാണ്. സർക്കാർ ആവശ്യപ്പെട്ട ഒരു റിപ്പോർട്ടാണ്. അദ്ദേഹം ചുമ്മാതെ റിപ്പോർട്ട് ഉണ്ടാക്കിയതല്ല, സർക്കാർ ആവശ്യപ്പെട്ട് റിപ്പോർട്ട് ഉണ്ടാക്കിയതാണ്. അതനുസരിച്ചൊരു വളരെ കഠിനാധ്വാനം ചെയ്ത് അദ്ദേഹം റിപ്പോർട്ടുണ്ടാക്കി. ആ റിപ്പോർട്ടിൽ പറയുന്നത് എന്താണെന്ന് ആർക്കും അറിയാൻ പാടില്ല. ഇതുവരെ അത് പബ്ലിഷ് ചെയ്തിട്ടില്ല. പബ്ലിഷ് ചെയ്താൽ തന്നെ മാത്രമല്ല നമുക്ക് പ്രതികരിക്കാൻ ഒക്കുകയുള്ളൂ. പബ്ലിഷ് ചെയ്യുമ്പോൾ മാത്രമല്ല, ആ പബ്ലിഷ് ചെയ്യുന്നതായ സമയത്ത് മതന്യൂനപക്ഷങ്ങൾക്ക് അനർഹമായ എന്തെങ്കിലും കൊടുക്കണമെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് നമുക്കറിയില്ല, അത് നമ്മൾ എതിർക്കുന്നില്ല. ഏതെങ്കിലും മതത്തിൻ്റെ വിദ്വേഷങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ളതായിരിക്കുന്ന റിപ്പോർട്ടുകളുണ്ടെങ്കിൽ അത് നമ്മൾ സ്വീകരിക്കുകയില്ല. അതേസമയത്ത് മതസൗഹാർദ്ദം നിലനിർത്തിക്കൊണ്ട് തന്നെ എല്ലാ മതങ്ങൾക്കും അവയ്ക്ക് അർഹതപ്പെട്ടതെല്ലാം കൊടുക്കണമെന്ന് പറയുമ്പോൾ അത് JB കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നുണ്ടെങ്കിൽ അത് നമ്മൾ സ്വീകരിക്കുക. എന്തുകൊണ്ട് സർക്കാർ അത് പുറത്തുവിടുന്നില്ല? നമുക്കറിയില്ല എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല. അതിനൊരു കാരണം ഇപ്പോൾ മതന്യൂനപക്ഷങ്ങളിൽ തമ്മിൽ ഒരു വേർതിരിവ് ഉണ്ടാകും എന്ന് സർക്കാരിനുള്ള ഭയം കൊണ്ടാണോ, അതോ മറ്റൊരു വിഭാഗത്തെ പ്രീണിപ്പിക്കുവാൻ വേണ്ടി സർക്കാർ ചെയ്യുന്നതാണോ? എന്തെങ്കിലും അതിലൊന്ന് വരുമല്ലേ എന്തായാലും? അത് സർക്കാരിൻ്റെ നിലപാട് എന്താണെന്ന് നമുക്കറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ JB കമ്മീഷൻ റിപ്പോർട്ട് വായിച്ചിരിക്കുന്നത് സർക്കാരേ ഉള്ളൂ, നമ്മളാരും വായിച്ചിട്ടില്ല. അവരുടെ വീക്ഷണം എന്താണെന്ന് നമുക്കറിയാൻ പാടില്ല. പക്ഷേ നമുക്കത് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും നമുക്ക് പ്രതികരിക്കാൻ സാധിക്കും. ഇതൊന്നുമല്ലാതെ JB കമ്മീഷൻ റിപ്പോർട്ടൊന്നും പ്രസിദ്ധീകരിക്കാതെ ഇപ്പോൾ തേങ്ങ മുഴുവനായിട്ട് കൊണ്ടുവന്നിട്ട് അതിനകത്തേത് എങ്ങനെയാണ് പേടാണോ അല്ലതാണോ നമ്മളിങ്ങനെ അറിയുന്നേ. ഡോക്ടർ B. ജയരാജ്, ഇത് LDF സർക്കാരിനോടുള്ള ഒരു എതിർപ്പായി മാറുകയാണ് ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിൽ. എന്തിന് സർക്കാർ ഭയക്കുന്നു എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പ് കാലത്ത് ഉയർന്നു വരികയും ചെയ്യും. ഇതിനകത്ത് രണ്ട് കാര്യങ്ങൾ അതിനു മുമ്പ് എനിക്ക് മറുപടി പറയാനുണ്ട്. ഒന്ന്, ഈ ഷാബു പ്രസാദ് പറഞ്ഞ കണക്കല്ലേ ജയരാജ് ജി എന്ന് വിളിക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ട്. നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാവരും ഇപ്പോൾ രാജീവ് ജി, സോണിയാജി, ഇന്ദിരാജി, കരുണാകരൻ ജി എന്നൊക്കെ പറയുന്ന കണക്കല്ല എല്ലാവരും ജി എന്നാണ് വിളിക്കുന്നത്. നോർത്ത് സൈഡിൽ പോയി കഴിഞ്ഞാൽ ജി ബഹുമാന പുരസ്സരം വിളിക്കുന്ന ഇതാണ്. അതിനെ ഞാൻ അതേ അർത്ഥത്തിൽ തന്നെയാണ് എടുക്കുന്നത്. പിന്നെ അതിനകത്ത് എന്തെങ്കിലും വ്യംഗ്യം ഉണ്ടെങ്കിൽ ഞാൻ അത് വലിയ താല്പര്യം എടുക്കുന്നു. അല്ല, അത് റെജിജി എന്നൊക്കെ വിളിക്കേണ്ടി വന്നതുകൊണ്ട് അതാണല്ലോ, അത് തന്നെ ആയിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. ഇപ്പോൾ CPM സഹയാത്രികൻ എന്ന പേര് മാറ്റേണ്ടി വരുമോ എന്നുള്ളത് തന്നെയാണ്. അത് തുറന്നു പറയാമല്ലോ. ഷാബുവും അതായിരിക്കും ഉദ്ദേശിച്ചത്. എന്തായാലും ഷാബു വെച്ച വെള്ളം അങ്ങ് അടുപ്പത്ത് വെച്ചിരുന്നാൽ മതി, തിളയ്ക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യം വളരെ അസന്നിഗ്ധമായിട്ട് എനിക്ക് പറയേണ്ടി വരുന്നത്. കാര്യം ഞാൻ പഠിച്ചത് വളരെ നാളായിട്ട് 16 വയസ്സ് മുതൽ അതിന്റെ ഒരു
ആ ഓക്കെ. അത്രയ്ക്കൊന്നും കാര്യം നിങ്ങളുടെ മഹാഭാവം അടുത്താണല്ലോ ഈ ചെയ്തിട്ടില്ല. പറഞ്ഞ അങ്ങനെ ഒരു കണക്കുള്ള ഗതികേട് ക്രൈസ്തവരുടെ ഉണ്ടാവല്ലേ കഴുത്തിൽ എന്നാണ് മുസ്ലിങ്ങളുടെ പ്രാർത്ഥിക്കുന്നത് കേട്ടോ. കഴുത്തിൽ അല്ല ആരുടെ ഗതികേടിന്റെ കാര്യമാണ് എന്താണ് അങ്ങനെ പറഞ്ഞത് ശ്രീ എന്റെ ഷാബു ഗതികേട് പ്രസാദ്? ഞാൻ പറഞ്ഞ അല്ല, കാര്യം ഇങ്ങനെ എങ്ങാണോ അങ്ങനെ ആ രീതിയിൽ സംബോധന ചെയ്യേണ്ടി വരല്ലേ എന്നൊരു വലിയ പ്രാർത്ഥന, അങ്ങനെ അത്രയും ഗതികേട് ഉണ്ടാവല്ലേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അല്ല അത് നല്ലതല്ലേ, സ്വന്തം പ്രസ്ഥാനത്തിലേക്ക് വരുന്നത് നല്ലതല്ലേ? അയ്യോ ആട്ടാ ശരി, ചർച്ച തുടങ്ങട്ടെ. ശരി, ഡോക്ടർ ബി ജയരാജ്. എന്തായാലും ചാണകം ഭക്ഷിക്കാൻ എനിക്ക് അത്ര താല്പര്യമില്ല, ഗോമൂത്രം കുടിക്കാനും താല്പര്യമില്ല, അതവിടെ നിൽക്കട്ടെ. ഇനി രണ്ടാമത്തെ അതൊക്കെ ആവശ്യം പോലെ മൃതസ്ഥാനം ഭുജിക്കുന്നവരിവിടെ ഉണ്ടല്ലോ, അവരൊക്കെ അതങ്ങ് ഭുജിച്ചോട്ടെ, ഭുജിച്ചങ്ങ് ജീവിച്ചോട്ടെ. അതാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. രണ്ടാമത് ചില കുട്ടികളുടെ നമ്മൾ അവർ പരീക്ഷയ്ക്കൊക്കെ തോറ്റു പോകുമ്പോൾ അവരുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറയാറുണ്ട് പോസിറ്റീവ് സെൽഫ് അസേർഷൻ എന്ന് പറയാറുണ്ട്. അതിന് പറയുന്നത് ഐ ക്യാൻ, ഐ മസ്റ്റ്, ഐ വിൽ, ഐ ഡു എന്നൊക്കെ പറയും. അതുപോലെയാണ് ശ്രീനിവാസ് സാർ ഇവിടെ നിന്നുകൊണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വെച്ചിട്ട് അടുത്തതാണ് UDF അധികാരത്തിൽ വരുമെന്ന് പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് തോന്നി അത്തരം ഒരു കൊച്ചുകുട്ടിയുടെ പോലെ ഇതിങ്ങനെ ആവർത്തിച്ച് സ്വന്തമായിട്ട് ഇങ്ങനെ പറഞ്ഞ് അതിനകത്ത്. പക്ഷേ LDF വീടുകൾ കയറി കഴിഞ്ഞുന്നേ. ഇന്നലെ കൊല്ലത്ത് ആയത്തിലെ ഗോവിന്ദമാഷും കൂട്ടരും എല്ലാ വീടുകളിലും കയറി ഇറങ്ങി ജനങ്ങളുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അവരുടെ അതുകൊണ്ട് എന്ത് കാര്യം, വീടുകൾ കയറിയിട്ട് എന്ത് കാര്യം? ഇപ്പോൾ ഈ ഫീഡ്ബാക്ക് ക്രൈസ്തവ സഭകളുടെ തന്നെ ഉണ്ടാവുന്നത്. അല്ല, BJPക്കെതിരെയും ക്രൈസ്തവ സഭകൾ പറഞ്ഞു കഴിഞ്ഞു, LDF സർക്കാരിനെതിരെയും പറഞ്ഞു കഴിഞ്ഞു. അവിടെ മാറ്റി നിർത്തുന്നത് UDFനെയാണ്. പൊതുവായിട്ട് അങ്ങനെ ഒരു വിലയിരുത്തലുമുണ്ട്. ക്രൈസ്തവ വോട്ടുകൾ ഇത്തവണ UDF പാളയത്തിലേക്കാണ് എന്ന്. അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് വ്യക്തമായതുമാണ്. അത് ആ രീതിയിൽ തുടർന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിച്ചു അത് തന്നെ വരും. അല്ല, സമുദായ കണക്കല്ലല്ലോ ഇലക്ഷനെ തീരുമാനിക്കുന്നത്. അങ്ങനെ സമുദായ കണക്കിൽ അധികാരത്തിൽ വരാവുന്ന കുറുക്ക് വഴികൾ നോക്കുന്നവര് ഈ പറഞ്ഞ കണക്കുപോലെ അത് നോക്കത്തേ ഉള്ളൂ. എ വാച്ച്ഡ് പോട്ട് ഡസൻ ബോയിൽ എന്നാ പറയുന്നത്. നോക്കിക്കൊണ്ടിരുന്ന വെള്ളമൊന്നും തിളയ്ക്കാനൊന്നും പോകുന്നില്ല. എ വാച്ച്ഡ് പോട്ട് ഡസൻ ബോയിൽ. പക്ഷെ ഞങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഞങ്ങളുടെ കനകൂല്യം എന്ന് പറയുന്നത് ജനങ്ങളാണ്. ആ ജനങ്ങളെ ഞങ്ങൾ സമീപിച്ചിരിക്കുകയാണ്. ആ ജനങ്ങളുടെ ഫീഡ്ബാക്കിൽ നിന്നാണ് ഞങ്ങൾ ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഇലക്ഷനെ നേരിടാൻ പോകുന്നത്. ഞങ്ങളുടെ വികസന നേട്ടങ്ങളാണ് ഞങ്ങൾ എണ്ണി പറയുന്നത്. അത് അതിദാരിദ്ര്യ വിരുദ്ധ മുക്ത കേരളമാണെങ്കിലും ശരി, അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിലെ വർക്കുകളാണെങ്കിലും ശരി, വിദ്യാഭ്യാസ മേഖലയിലെ വർക്കുകളാണെങ്കിലും ശരി, ലോഡ് ഷെഡിങ് ഇല്ലാത്തതാണെങ്കിലും ശരി, അങ്ങനെ ഭരണ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് എന്തൊക്കെയാണ് നിങ്ങൾക്ക് തരാത്തത്, ക്ഷേമ പെൻഷനാണോ തരാത്തത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളാണോ ഞങ്ങളും തരാത്തത്. ഈ JB കോശി റിപ്പോർട്ട് എന്ന് പറയുന്നത് 2023 മെയ് മാസം 14-ാം തീയതിയാണ് സബ്മിറ്റ് ചെയ്തത്. അതിനകത്ത് ചില എക്സ്ക്ലൂസീവ് കണ്ടന്റുകളുണ്ട്. അതിനെക്കുറിച്ച് സർക്കാർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പഠിച്ചതിന് ശേഷം മാത്രമേ ആ റിപ്പോർട്ട് അവിടുത്തെ സിറ്റുവേഷൻ അനുസരിച്ച് മാത്രമേ അത് പുറത്തുവിടാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെയാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടും. അത് ചില പ്രസക്ത ഭാഗങ്ങൾ മാത്രം അത് ലീക്കൌട്ടായി മാധ്യമങ്ങൾക്ക് കിട്ടി. എന്നാലും സർക്കാർ അത് പുറത്തുവിടാത്തതിന്റെ കാരണം അതിന് ചില സെൻസിറ്റീവ് ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ്. അല്ലാതെ സർക്കാരിന് പ്രത്യേകിച്ച് ക്രൈസ്തവർക്ക് ഉന്നമനം ഉണ്ടാവരുത്, അല്ലെങ്കിൽ ക്രൈസ്തവരുടെ പിന്നോക്കാവസ്ഥ പരിഹരിക്കരുത് എന്നൊന്നും കരുതിയിട്ടല്ല. അത് മറ്റുള്ള ആളുകളെ എങ്ങനെ അത് എഫക്ട് ചെയ്യും എന്നുള്ളതൊരു കാര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ആ ഒരു വിഷയം. അത് വളരെ കുറച്ച് നാളുകളായിട്ടേ ഉള്ളൂ. 2023 മെയ് 14-നാണ് ആ റിപ്പോർട്ട് സമർപ്പിച്ചത്. അത് പഠിക്കാൻ വേണ്ടിയിട്ട് സമിതികളെ വെച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ട് പഠിച്ചതിന് ശേഷം മറ്റ് സംഘടനകൾ അതെങ്ങനെ എടുക്കുമെന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ അത്ര ഒരു റിപ്പോർട്ട് നമുക്ക് എടുത്തിട്ടുള്ള ഒരു പഠന റിപ്പോർട്ടാണ്. അതാണ് അതുമായിട്ട് അതായത് 2023 സമർപ്പിച്ചു. ഇപ്പോൾ ഏകദേശം 1000 ദിവസം ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പാലോളി മുഹമ്മദ് കുട്ടി കമ്മീഷൻ റിപ്പോർട്ട് വന്ന് 3 മാസം കൊണ്ട് അന്നത്തെ അടുത്ത സർക്കാർ നടപ്പിലാക്കുകയുണ്ടായി. ഈ റിപ്പോർട്ട് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഇതുമായിട്ട് ഒരിക്കലും താരതമ്യം ചെയ്യാൻ പാടില്ല. കാരണം ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം ആ റിപ്പോർട്ട് പുറത്തു വിട്ടിരുന്നെങ്കിൽ ചില വ്യക്തികളുടെ ഇമേജിനെ തകർക്കുന്ന, മാനത്തെ ഹനിക്കുന്നതായിട്ടുള്ള പരാമർശങ്ങൾ അതിലുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ ക്രൈസ്തവ സമൂഹം നാളിതുവരെ ഉയർത്തിയിരുന്ന ചില പ്രശ്നങ്ങൾ അത് റിപ്പോർട്ടിൻ്റെ ഭാഗമായി ഉണ്ടാകാം. കാരണം ഈ ക്രൈസ്തവ സമൂഹം എല്ലാം തന്നെ അതേ കമ്മീഷന് മുമ്പാകെ സർക്കാർ നിയോഗിച്ച ഉന്നതരെ ഉൾപ്പെടുത്തിയുള്ള ആ കമ്മീഷന് മുമ്പാകെ ക്രൈസ്തവ സഭകളെല്ലാം പറഞ്ഞതാണ് 80-20 ഇഷ്യൂവിൽ സംസ്ഥാന സർക്കാർ ക്രൈസ്തവ സമൂഹത്തിനെതിരായി സുപ്രീം കോടതി നൽകിയ അപ്പീൽ അത് പിൻവലിക്കണം. അതോടൊപ്പം തന്നെ ന്യൂനപക്ഷ കമ്മീഷൻ നിയമം അത് അമെൻഡ് ചെയ്തിട്ട് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷനിൽ ക്രൈസ്തവ സമൂഹത്തിൽ നിന്നൊരു പുരുഷനുണ്ടായിരുന്നു. കാരണം 2ാമത്തെ അംഗം എപ്പോഴും ക്രൈസ്തവ സമൂഹത്തിന് ചെയർമാൻ സ്ഥാനം ഞങ്ങൾക്ക് ഒരിക്കലും നൽകിയിട്ടില്ല. എന്നാൽ നിയമത്തിൽ പറഞ്ഞിരുന്നത് ദ സെക്കൻഡ് മെമ്പർ ഷുഡ് ബി ഫ്രം അനദർ മൈനോറിറ്റി കമ്മ്യൂണിറ്റി. ചെയർമാൻ മുസ്ലിം സഹോദരനാണെങ്കിൽ 2ാമത്തെ ആൾ ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് വരണം. എന്നാൽ മന്ത്രി ജലീൽ അത് അമെൻഡ് ചെയ്തിട്ട്
സെക്കൻഡ് മെമ്പറും ഏതെങ്കിലും ഒരു മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിൽ നിന്നും മതി എന്ന് പറഞ്ഞതിന് ശേഷം 2019 മുതൽ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷനിൽ ഒരു ക്രിസ്തീയ പുരുഷൻ നാളിതുവരെ മെമ്പറായിട്ട് വന്നിട്ടില്ല. അതോടൊപ്പം തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദളിത് ക്രൈസ്തവർക്ക് കൊടുത്തിരുന്ന ആനുകൂല്യം അത് ഘട്ടം ഘട്ടമായി നിർത്തലാക്കിയിരിക്കുന്നു. ഇത് പുനഃസ്ഥാപിക്കണമെന്നുള്ളതും കമ്മീഷൻ മുമ്പാകെ സർക്കാരിനോട് നേരത്തെ പറഞ്ഞിരുന്നു. സർക്കാർ അതിന് തയ്യാറാകാത്തത് കൊണ്ട് കമ്മീഷനോട് പറഞ്ഞിരുന്നു. ഇങ്ങനെ അടിസ്ഥാനപരമായി ക്രൈസ്തവ സമൂഹത്തിന് നീതി നിഷേധിച്ചുവെന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ തെളിവ് സഹിതം കമ്മീഷന് മുമ്പാകെ കൊടുക്കുകയും കമ്മീഷൻ അത് റിപ്പോർട്ടിൻ്റെ ഭാഗമാക്കുകയും ചെയ്തു. അത് ഞങ്ങൾക്ക് ലഭിക്കേണ്ടുന്ന, അത് നേരത്തെ ബാബാ തിരുമേനി പറഞ്ഞതുപോലെ ഭരണഘടന പ്രകാരമുള്ള തുല്യതയാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞത് ജനസംഖ്യാനുപാതികമായി ഈ പറഞ്ഞ സ്കോളർഷിപ്പ് കൊടുക്കണമെന്ന്. അങ്ങനെയാകുമ്പം ഒരു ജനാധിപത്യ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, മതേതര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, ഹിന്ദു ആയാലെന്നാ, മുസൽമാനായാലെന്താ, ക്രിസ്ത്യാനി ആയാലെന്നാ, ശരിയാണ്. അതിനെതിരെ അപ്പീൽ പോയെന്ന് പറഞ്ഞാൽ ക്രൈസ്തവ സമൂഹത്തിനെതിരെ അപ്പീൽ പോയി. തീർച്ചയായിട്ടും JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടേണ്ടത് തന്നെയാണ്. അത് നടപ്പാക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തേണ്ടതാണ്. പക്ഷേ ശ്രീ ഷാബു പ്രസാദ്, ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴേക്കും JB കോശി കമ്മീഷൻ റിപ്പോർട്ട് എന്നുള്ളത് ഒരു പിടിവള്ളിയാക്കി ചിലപ്പോൾ LDF സർക്കാർ ഉപയോഗിക്കും എന്ന ഒരു സാധ്യത ഇപ്പോഴുണ്ട്. കാരണം ന്യൂനപക്ഷങ്ങളിൽ ഒരു പക്ഷത്തെയെങ്കിലും ഒപ്പം നിർത്തുവാനുള്ള ഒരു ശ്രമം നടത്താതിരിക്കുമോ ആ ഇടത് സർക്കാർ? ഇടത് സർക്കാർ അവരെ കൊണ്ടാവുന്ന രീതിയിലുള്ള എല്ലാം ചെയ്യും. ഇടത് സർക്കാരിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇവിടുത്തെ എല്ലാ സമൂഹങ്ങളെയും, പ്രത്യേകിച്ച് സംഘടിത സമൂഹങ്ങളെ ഒപ്പം നിർത്താൻ ശ്രമിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിന് അവരുടെ കയ്യിലുള്ള നമ്പറുകളെല്ലാം എടുത്ത് ഉപയോഗിക്കുകയും ചെയ്യും. അതിനിടയിൽ ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടെ, ശ്രീ പ്രകാശ് പി തോമസ് പന്തളത്ത് എൻ്റെ ജസ്റ്റ് സീനിയറായിട്ട് പഠിച്ച പ്രകാശ് പി തോമസ് തന്നെയാണോ ഇത്? അതെ, ഞാൻ പന്തളം NSS പഠിച്ചതാ. അതന്നെ, താങ്കളുടെ ജസ്റ്റ് ജൂനിയർ ആയിരുന്നു ഞാൻ കേട്ടോ, ഫിസിക്സിൽ. ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അത് ശ്രമിക്കും. ഇവിടെ ഇപ്പൊ ഇവരെല്ലാ കോൺഗ്രസിന്റെയും CPM-ന്റെ ഇവരുടെയൊക്കെ ഇവർ ഏറ്റവും കൂടുതൽ ഭയത്തോടെ കാണുന്നത് BJP-യുടെ ഈ നീക്കങ്ങളെയാണ്. ഒരു കാര്യം കൂടെ ഉണ്ട്, ഇവരെ കൊണ്ടാവുന്ന രീതിക്കാർ ഈ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ എന്നുള്ള എല്ലാ പ്രചരണങ്ങളും അവർ നടത്തും. പക്ഷെ ഇവിടെ തന്നെ വേറെ ചില ഒരു വലിയ യാഥാർത്ഥ്യം കൂടെ ഇവിടുത്തെ ക്രൈസ്തവരുടെ മുമ്പിലും ഇവിടുത്തെ സമൂഹത്തിന്റെ മുമ്പിലും ഉണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ഗോവ, നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങൾ ക്രിസ്ത്യൻ സമൂഹത്തിന് നിർണായക സ്വാധീനമുള്ളതും 90% വരെ ക്രിസ്ത്യൻസ് ജനസംഖ്യ ഉള്ളതുമായ ഈ സംസ്ഥാനങ്ങളൊക്കെ വർഷങ്ങളായിട്ടും പതിറ്റാണ്ടുകളായിട്ടും BJP ഭരിക്കുന്നു. ഈ യാഥാർത്ഥ്യം, ഈ പ്രചരണമൊന്നും അവിടെ ഏൽക്കുന്നില്ലല്ലോ. എന്താ അവിടുത്തെ ക്രിസ്ത്യൻ സമൂഹത്തിന് സാമൂഹ്യ ബോധം ഇല്ലാഞ്ഞിട്ടാണോ? ഇതും നമ്മുടെ കൺമുമ്പിലുണ്ട്. കാര്യം ഈ നടക്കുന്ന വളരെ വലിയ 140 കോടി ജനങ്ങളുള്ള ഒരു വലിയ ബഹുസ്വര സമൂഹത്തില് അങ്ങനെയുള്ള കുറേയധികം പലയിടത്തുമുള്ള ലോ ആൻഡ് ഓർഡർ പ്രശ്നങ്ങൾ അപലപിക്കപ്പെടേണ്ടതായ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിനെ രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടി രാഷ്ട്രീയ പാർട്ടികൾ ഉപയോഗിക്കുന്നുണ്ട്, പ്രചരിപ്പിക്കുന്നുണ്ട്. കുറെ ആൾക്കാർ, നിഷ്കളങ്കരായിട്ടുള്ളവർ അതിൻ്റെ അകത്ത് ആ പ്രചരണം വിശ്വസിച്ചു പോകുന്നുണ്ട്. സഭാ നേതൃത്വവും അങ്ങനെയുള്ള ആശങ്കകൾ പ്രകടമാക്കുമ്പോഴും ഇങ്ങനെയുള്ളൊരു യാഥാർത്ഥ്യം ഇവിടെ നിൽക്കുകയാണ്. കഴിഞ്ഞ 10-25 വർഷമായിട്ട് ഗോവ ഭരിക്കുന്നത് BJP-യാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ശക്തമായ, വളരെ സംഘടിതമായ ക്രിസ്ത്യൻ സമൂഹമുള്ള ഒരു സംസ്ഥാനമാണ്. നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഏതാണ്ട് 80-90% ക്രിസ്ത്യാനികളുള്ള സംസ്ഥാനങ്ങളാണ്. ഈ യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട് മഞ്ജുഷേ. ഈ യാഥാർത്ഥ്യവുമായിട്ടാണ്, ഈ ഒരു പ്രചരണമായിട്ടും കൂടെ BJP ക്രിസ്ത്യൻ സമൂഹത്തിലേക്ക് ചെല്ലും. പക്ഷേ അത് ആയിട്ടില്ല, അത് പ്രായോഗിക തലത്തിലായിട്ടില്ല ശ്രീ ഷാബു പ്രസാദ്. ഇത്തവണയും അത് നടക്കുമെന്ന് തോന്നുന്നില്ല. കാരണം പൊതുവേ ക്രൈസ്തവ സഭകളുടെയും ക്രൈസ്തവ വിശ്വാസികളുടെയും ഒക്കെ നിലപാട് നോക്കുമ്പോൾ അവിടെ ഒരു UDF ഫാക്ടർ കടന്നു വന്നു കഴിഞ്ഞു ഇതിനകം. അല്ല, അത് ഒരു കാര്യമുണ്ട്. നമ്മളിപ്പോ ഈ ഒരു പഞ്ചായത്ത് ഇലക്ഷന്റെ, ഈ ലോക്കൽ ബോഡി ഇലക്ഷന്റെ റിസൾട്ട് കണ്ട് നമ്മൾ അതിനെ വിലയിരുത്തണ്ട. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലോക്കൽ ബോഡി ഇലക്ഷനിൽ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഉയരുന്ന ചില ജനങ്ങളുടെ മുമ്പിൽ വരുന്ന ചോദ്യങ്ങളുണ്ട്. പാർലമെന്റ് ഇലക്ഷനിൽ ജനങ്ങളുടെ മുമ്പിൽ വരുന്ന പ്രധാന ചോദ്യം ഏതാണ്? ഈ രാജ്യം ആര് ഭരിക്കണം എന്നുള്ളതാണ് ചോദ്യം. ഒരു അസംബ്ലി ഇലക്ഷനിൽ വരുന്ന ചോദ്യം എന്താണ്? സംസ്ഥാനം ആര് ഭരിക്കണം എന്നുള്ളതാണ്. എന്നാൽ ലോക്കൽ ബോഡി ഇലക്ഷനിൽ വരുന്നതുണ്ട്, അത് എക്സ്ട്രീംലി ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇലക്ഷൻ സിസ്റ്റമാണ് ഈ പഞ്ചായത്ത് ഇലക്ഷൻ എന്ന് പറയുന്നത്. അവിടെ സംസ്ഥാനത്തിന്റെ യഥാർത്ഥ പൊളിറ്റിക്കൽ റിഫ്ലക്ഷൻ ഇതിൻ്റെ അകത്ത് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അതേസമയം ഈ വരാൻ പോകുന്ന അസംബ്ലി ഇലക്ഷൻ,
ആ അസംബ്ലി ഇലക്ഷനിൽ ജനങ്ങളുടെ മുമ്പിൽ വരുന്ന ചോദ്യം, ഈ സംസ്ഥാനം ആര് ഭരിക്കണം, ഈ സംസ്ഥാനത്തിൽ ഇതിന്റെ ഭാഗമായി ഞങ്ങളുടെ ജനപ്രതിനിധി ആരായിരിക്കണം എന്നുള്ള ചോദ്യമാണ് അവിടെ വരുന്നത്. ഭരണവിരുദ്ധ വികാരം നിഴലിച്ചു നിൽക്കും. അങ്ങനെ നിഴലിച്ചു നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മുഖ്യപ്രതിപക്ഷത്തിനായിരിക്കും അതിന്റെ ക്രെഡിറ്റ് കിട്ടാൻ പോകുന്നത്. ശ്രീ ഷാബു പ്രസാദ്, അവിടെയാണ് അപ്പോൾ ഈ നയതന്ത്രങ്ങളെല്ലാം പാളും. അവിടെ ഈ ജാതി മത സമവാക്യങ്ങളും നയതന്ത്രങ്ങളും ഒക്കെ പാളുന്നതും അവിടെയാണ്. എൻ ശ്രീകുമാറിന്റെ ആത്മവിശ്വാസവും അതാണ്. ശ്രീ എൻ ശ്രീകുമാറിന്റെ ആത്മവിശ്വാസവും അത് തന്നെയാണ് അല്ലേ ശ്രീ എൻ ശ്രീകുമാർ? ഒരു മിനിറ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. അതായത് ശ്രീകുമാർ സാറിന്റെ ഒക്കെ ആത്മവിശ്വാസമൊക്കെ നല്ലത് തന്നെ. അതായത് ഈ പഞ്ചായത്ത് ഇലക്ഷന്റെ റിസൾട്ട് കണ്ടുകൊണ്ടുള്ള ആ ഒരു ആവേശമാണത്. 2010 UDF ഇതിനെക്കാട്ടിൽ വലിയ വിജയം നേടിയതാണത്. ആ വിജയത്തിന്റെ ഒരു പ്രപ്പോർഷൻ വെച്ചിട്ട് 2011 ഇലക്ഷനിൽ UDF ഒരു 115 സീറ്റെങ്കിലും കിട്ടേണ്ടതായിരുന്നു. കഷ്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു. 72 സീറ്റാണ്. ഒരു സീറ്റിന്റെ ഭൂരിപക്ഷത്തിലാണ് അവർ ഭരിച്ചത്. അത് തന്നെ സംഭവിച്ചത് ഈ LDFന്റെ അകത്തെ അവർ പ്രധാനമായിട്ടും അച്യുതാനന്ദനും പിണറായി വിജയനും തമ്മിലുള്ള തമ്മിലടിയും വിഭാഗീയതയും കൊണ്ടുപോയിരുന്നു. അതുകൊണ്ട് ഈ ലോക്കൽ ബോഡി ഇലക്ഷന്റെ റിസൾട്ട് കണ്ട് ഇപ്പൊ കേരളം കൈവെള്ളയിലായി എന്നൊക്കെ തൽക്കാലം. പക്ഷേ താങ്കൾ അപ്പോൾ LDFന് വേണ്ടി ബാറ്റ് ചെയ്യുകയാണ്. LDFന് വേണ്ടി താങ്കൾ ബാറ്റ് ചെയ്യുന്നു. താങ്കൾ LDFന് ബാറ്റ് ചെയ്യുന്നു. ഞാൻ ആർക്ക് വേണ്ടിയിട്ടും ബാറ്റ് ചെയ്യല്ല. ഞാൻ എന്റെ കൺമുമ്പിൽ ഞാൻ മനസ്സിലാക്കി യാഥാർത്ഥ്യം പറയുകയാണ്. ശരി, ശ്രീ എൻ ശ്രീകുമാർ അതിനുള്ള മറുപടി. ശ്രീ എൻ ശ്രീകുമാർ, അതായത് ശ്രീ ഷാബു പ്രസാദ് പറയുന്നത് ചരിത്രത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. പക്ഷെ കഴിഞ്ഞ 30 വർഷത്തിനിടയിൽ ഇതുപോലെ UDFന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയം ഉണ്ടായിട്ടില്ല. 6 കോർപ്പറേഷനിൽ 4 ഭരിക്കുന്ന ഇപ്പൊ UDF ആണ്. അത് കൃത്യമായിട്ട് അറിയാമല്ലോ. അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ച് ഒരു വേവലാതിയൊക്കെ സാധാരണ മുന്നണികൾ, കോൺഗ്രസ് ഇതര മുന്നണികൾക്കൊക്കെ ഉണ്ടാവും. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ കേരളത്തിലെ ഭരണ മുന്നണിക്ക്, അതായത് LDFന്, പ്രത്യേകിച്ച് CPMന് നിലപാടില്ലാതെ വന്നിരിക്കുന്നു. അതുകൊണ്ടാണല്ലോ ഓരോ ദിവസം മഞ്ജുഷയെ ഇപ്പൊ സജി ചെറിയാൻ ഇന്നലെയൊക്കെ പറഞ്ഞ പ്രസ്താവനകൾ എന്താ, AK ബാലൻ നടത്തുന്ന പ്രസ്താവനകൾ എന്താ, പാർട്ടി സെക്രട്ടറി ഇതിന് മറുപടി പറയാൻ പറ്റുന്നുണ്ടോ? ഒഴിഞ്ഞു മാറി എന്നല്ല കേൾക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് വെച്ചാൽ 10 വർഷം ഭരിച്ചവർക്ക് വീണ്ടും ഭരിക്കണം എന്നൊരു തോന്നൽ വരുമ്പോൾ അവർ നിലപാടിൽ വെള്ളം ചേർക്കും. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളല്ല വലുത്, ഭരണപരമായ ആശയങ്ങളാണ് വലുത്. അങ്ങനെ വരുമ്പോൾ അവരിങ്ങനെ പ്രോത്സാഹനജനകമായ ചില റിപ്പോർട്ടുകൾ അവർ തന്നെ സ്വയം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഇപ്പൊ നോക്കൂ, ചില ചാനൽ സുഹൃത്തുക്കൾ എന്നെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഈ ശബരിമല കൊള്ളക്കേസിലത്തെ ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളില് അതിലെങ്ങനെ UDFനെ കൂടി കൊണ്ടുവരാം എന്നൊരു ശ്രമം നടത്തുകയാണ്. എന്നിട്ട് ഈ വാദ്യവാഹനത്തിന്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് കൃത്യമായിട്ട് വിശ്വാസികൾക്കും ശ്രീ ഷാബു പ്രസാദിനും ഒക്കെ അറിയേണ്ട കഥകളൊക്കെ ഞാൻ അതിലൂടെ വിശദീകരിക്കുന്നില്ല. പക്ഷെ അത് സ്വർണ്ണക്കൊള്ളയുമായിട്ട് ബന്ധപ്പെടുത്താൻ പറ്റുമോ? എങ്ങനെയെങ്കിലും UDFനെ ഒന്നതിൽ പെടുത്തണം, പറ്റുന്നില്ല. അതുപോലെ പാരഡി ഗാനങ്ങൾ ബദലായിട്ട് ഉണ്ടാക്കി, അത് ആരും ഏറ്റു പാടുന്നില്ല. അപ്പൊ ഇതിന് എന്തുകൊണ്ട് എങ്ങനെ സംഭവിച്ചു വെച്ചാൽ 10 വർഷത്തെ LDF ഭരണത്തിൽ അവർ ഉണ്ടാക്കി വെച്ച ചില കെടുതികളുണ്ട്. കാരണം അവരോട് ചോദിച്ച LDFന്റെ പ്രതിനിധി ഇപ്പൊ ഇതില് ശ്രീ ജയരാജ് മാത്രമേ ഉള്ളൂ. അവരുടെ ഒരു ഫ്ലാഗ്ഷിപ്പ് പദ്ധതി എന്താന്ന് ചോദിച്ചാൽ അവർ പറയുന്നത് എന്താണ്? വിഴിഞ്ഞം പൂർത്തിയാക്കി, സ്മാർട്ട് സിറ്റി നടപ്പാക്കി, കണ്ണൂർ വിമാനത്താവളത്തിൽ ഇതൊക്കെയാ പറയുന്നത്. ഇതൊക്കെ ആരുടെ കാലത്ത് തുടങ്ങിയതൊക്കെ വേറെ കാര്യം. ഇപ്പൊ വിഴിഞ്ഞം തന്നെ ലാസ്റ്റ് ഞാൻ പറയാം. വിഴിഞ്ഞത്തെ കുറിച്ച് പറയുമ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പ് 4 ദിവസം മുമ്പ് വിഴിഞ്ഞത്തെ കോർപ്പറേഷനിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടന്നു. അവിടെ BJPയെയും LDFനെയും കോൺഗ്രസ് വിമതനെയും തോൽപ്പിച്ച് എന്തുകൊണ്ടാണ് കോൺഗ്രസ് ജയിച്ചത്? അത് നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ടതല്ലേ? അതുപോലെ തന്നെ ജനങ്ങൾക്കിടയിൽ ഒരു വിശ്വാസമുണ്ട്. എന്താണ്? ഈ 10 വർഷത്തെ ഭരണം കൊണ്ട് തൊഴിലില്ലായ്മയുടെ പ്രശ്നമുണ്ട്, ആരോഗ്യ രംഗത്തെ പ്രശ്നമുണ്ട്. അവിടെ മതവും ജാതിയൊന്നും ജനം ചിന്തിക്കുന്നില്ലെന്നേ. ഇവിടെ ഓർത്തഡോക്സ് സഭയാണെങ്കിലും നായർ മറ്റേ NSS ആണെങ്കിലും SNDP ആണെങ്കിലും അവർ പറയുന്നൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നം അതല്ല. ഇവര് വീഡിയോ എടുത്ത് എന്താ പറയാൻ പോകുന്നത്? വീഡിയോ എടുത്ത് പറയാൻ വന്നാൽ ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറ്റി, അതൊന്നും അവർക്ക് വിഷയമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വീട്ടിൽ ആക്കാ ജോലിയുള്ളത്. അവരുടെ വീട്ടിൽ നിന്ന് ഒരാൾ ഹോസ്പിറ്റലിൽ പോയി, ഒരു കുഞ്ഞിന്റെ കൈ പോയില്ലേ മഞ്ജുഷേ? ഒരു കുഞ്ഞിന്റെ ഒരു ബാലികയുടെ കയ്യെ പാലക്കാട് ഹോസ്പിറ്റലിൽ പോയിട്ട് മുറിച്ചു കളയേണ്ടി വന്നില്ലേ? ഇല്ലേ? ഇതൊരു VD സതീശൻ ഒരു സഹായം കൊടുത്തപ്പോഴല്ലേ ആരോഗ്യമന്ത്രി ആ ദിവസം തന്നെ ഉണർന്ന് പ്രവർത്തിച്ചത്? ഇതാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ഹോസ്പിറ്റലിൽ പോയാൽ നിങ്ങൾ നോക്കൂ, വയറിൽ തുന്നിക്കെട്ടിരിക്കുന്ന എന്തൊക്കെയാണ്. അപ്പൊ ജനങ്ങളുടെ ജനകീയ പ്രശ്നങ്ങളെ ജനങ്ങൾ നോക്കുന്നുള്ളൂ. അവിടെ സഭകളും അതുപോലെ സമുദായങ്ങളൊക്കെ പറയുന്നവർ കേൾക്കും. ശരിയാണ്. നന്ദി. ഞാൻ ചർച്ച അവസാനിപ്പിക്കുകയാണ്. സഭകളുടെ സമ്മർദ്ദ തന്ത്രം സ്വാഭാവികമായിട്ടും ഇക്കാര്യത്തിൽ ഉണ്ടാകും. നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: BJPയുടെ ക്രൈസ്തവ നയതന്ത്രം വിജയിക്കുമോ? വിജയിക്കുമെന്ന് 34% പ്രേക്ഷകർ, വിജയിക്കില്ല എന്ന് 63%. രണ്ടുപേരെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.